പലപ്പോഴും യുദ്ധ സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴേക്കാണ് ഇസ്രായേലിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അറിയാൻ നമ്മൾ അതുപോലെയുള്ള ആളുകളുടെ ലൈവുകളും ചാനലുകളും ഒക്കെ സാധാരണഗതിയിൽ നോക്കാറുള്ളത്. കാരണം ഒരു യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയണമല്ലോ. കാരണം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് ആളുകൾ അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ, ഇസ്രായേലിലാണെങ്കിലും ഇപ്പോൾ ഇറാനിൽ നമ്മുടെ നാട്ടിൽ നിന്നും കൂടുതൽ ആളൊന്നുമില്ല. ഇപ്പോൾ വയനാട്ടിൽ നിന്നും ഒരു പയ്യൻ അവിടെ ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ സൗദി അറേബ്യ, കുവൈറ്റ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ മിസൈൽ വീണു, അതല്ലെങ്കിൽ ബോംബാക്രമണം നടന്നു, സ്ഫോടനം നടന്നു, യുദ്ധം നടക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു വിഷമം പ്രയാസവും ഒക്കെ ഉണ്ടാകും. കാരണം എന്താണ് അവിടെ നടക്കുന്നത് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് അറിയാനൊരു ടെൻഡൻസി. അങ്ങനെയാണ് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കേൾക്കുന്നത് ഇന്ന ആള് കൊല്ലപ്പെട്ടു, നെതന്യാഹു കൊല്ലപ്പെട്ടു, നെതന്യാഹു ബങ്കറിൽ ഒളിച്ചു, ഇസ്രായേലിൽ നിന്നും കൂട്ടത്തോടുകൂടി മലയാളികൾ പലായനം ചെയ്യുന്നു, ഇസ്രായേലിൽ ഇനി ആരും പോകല്ലേ, ഇസ്രായേലിലെ എയർപോർട്ടുകളൊക്കെ തകർക്കപ്പെട്ടു, ഒരു ഒറ്റ എഴുന്നേറ്റ് നിൽക്കുന്ന ബിൽഡിങ്ങുകൾ പോലുമില്ല, എല്ലാ കെട്ടിടങ്ങളും തകർന്നു പണ്ടാരമടങ്ങി, ഇതുപോലെയുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. UAE-യിൽ നിന്നും മലയാളികൾ കൂട്ടത്തോടുകൂടി നാട്ടിലേക്ക് വരുന്നു, UAE-യിൽ ഇനി നിൽക്കാൻ പറ്റില്ല, ഇനി ആർക്കും പോകാൻ പറ്റില്ല. അപ്പൊ UAE മുഴുവനും തീർന്നു, സൗദി അറേബ്യ തകർന്ന് തരിപ്പണമായി, കുവൈറ്റ് ഇല്ലാതായി, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആരെങ്കിലും അവിടുത്തെ സത്യാവസ്ഥയെ സംബന്ധിച്ച് നാട്ടുകാരെ അറിയിക്കുന്നതിന് വേണ്ടി, കേരളത്തെ അറിയിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും രൂപത്തിലുള്ള വാർത്തകൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. അങ്ങനെയാണ് നെതന്യാഹു കൊല്ലപ്പെട്ടു, ജെറുസലേം പട്ടണം മൊത്തം തകർന്ന് തരിപ്പണമായി ഒരു വിഭാഗം പറയുന്നു, വേറൊരു വിഭാഗം പറയുന്നു ടെൽ-അവീവ് തകർന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമാണല്ലോ നമുക്കും ഒരു ഭയം ഉണ്ടാകും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന ലൈവുകളിലൊക്കെ സാധാരണഗതിയിൽ പോലെ നിരത്തുകളിലൊക്കെ കച്ചവട സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചിരിക്കുന്നു, ഒരുപാട് ആളുകൾ തിങ്ങി നിൽക്കുന്നു, വാഹനങ്ങളൊക്കെ സാധാരണഗതിയിൽ എന്നതുപോലെ ഓടുന്നു. അപ്പോൾ അവിടെ പറയത്തക്ക രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മലയാളികൾ ഇവിടേക്ക് വരുന്നുണ്ടോ കൂട്ടമായിട്ട്? ഇല്ല. അവരെ പറഞ്ഞു വിടാൻ ആ സർക്കാർ, ആ രാജ്യം എന്തെങ്കിലും ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ടോ? അങ്ങനെയുമില്ല. അങ്ങനെയാണ് ഈ നുണകളുടെ കെട്ട് പണ്ടാരങ്ങൾ നമ്മൾ പൊളിച്ചടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇറാന്റെ മിസൈലുകൾ വന്ന് വീണ് ഇസ്രായേൽ തരിപ്പണമായോ? എന്തായിരുന്നാലും ഇസ്രായേലിൽ നിന്നും നമ്മുടെ റീന, ജെറുസലേമിൽ നിന്നും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ നിജസ്ഥിതിയും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ മത സാഹചര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. അവരെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ അവരും തിരിച്ച് തന്തയ്ക്ക് വിളിച്ചെന്നിരിക്കും. അല്ലാതെ ഗാന്ധിയൻ സിദ്ധാന്തം പോലെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ എന്റെ തന്തയുടെ തന്തയ്ക്ക് കൂടി വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്ന കാലഘട്ടം കഴിഞ്ഞു പോയി. നമുക്കത് കേൾക്കാം. ഷലോം, നെറീന ഫ്രാൻസിസ്, യെരുശലേമിൽ നിന്നും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ ഒരു ലൈവ് വന്നായിരുന്നേ. ആ ലൈവ് വന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് ആ ലൈവിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. എനിക്കൊരു ചെറിയൊരു എന്താ പറയുന്ന കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ലൈവിന്റെ ഇടഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ പോയത് തന്നെ. അപ്പൊ എന്തായാലും പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേലിൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത്, ഇസ്രായേലിൽ യുദ്ധ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നോർമലി ഞാൻ ഒരു ലൈവ് പൊതുവെ എല്ലാ വെള്ളിയാഴ്ച വൈകിട്ടും ഞാൻ ലൈവ് വരാറുണ്ട്. എല്ലാ വൈകിട്ടും ഞാൻ ലൈവ്, പ്രത്യേകിച്ചും ഞാൻ വരുന്ന ലൈവ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യാനികളോട് ദൈവവചനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത്. എന്നെ നിങ്ങൾക്ക് പൊതു സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഈ തുണി ഊരി ആടുന്ന പെൺകുട്ടിയായിട്ടോ അല്ലെങ്കിൽ റീഡിട്ട് കളിക്കുന്നവളായിട്ടോ ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ എന്നെ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടത്. ഈ സോഷ്യൽ മീഡിയക്കകത്ത് എനിക്ക് എന്റേതായ രീതിയിൽ ഞാൻ എന്താ പറയുന്ന എനിക്ക് ഉത്തരവാദിത്തമുള്ള ചില കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ വിഷയത്തിനകത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എനിക്ക് എന്താണോ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തത്തിന് കീഴിലാണ് ഞാൻ നിന്ന് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ രംഗത്ത് അന്നു മുതൽ ഇന്ന് വരെയും ഞാൻ നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കോ. അപ്പോൾ ഈ എന്താ പറയുന്ന ഈ യുദ്ധകാലം വരുന്ന സമയത്ത് പൊതുവേ സുഡാപ്പികൾ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട് കേരളത്തില്. ഈ സുഡാപ്പി സമൂഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, കേരളത്തിനകത്ത് ഈ ഇരുന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനിനകത്ത് പാകിസ്ഥാൻ ബോംബിട്ട് പൊട്ടിത്തെറിച്ച് അവിടെ കുറെ എണ്ണങ്ങൾ ചത്തു കഴിഞ്ഞാൽ കരച്ചിലില്ല സുഡാപ്പികൾക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്ക് കരച്ചിലില്ല, കൊങ്ങികൾക്കും കരച്ചിലില്ല, കോൺഗ്രസുകാർക്കും. നൈജീരിയയില് പച്ചയ്ക്ക് നിർത്തി കത്തിച്ച് ക്രിസ്ത്യാനികളെ കൂട്ടം കൂട്ടമായിട്ട് കൊന്നൊടുക്കുന്ന സമയത്തും കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ സുഡാപ്പികൾക്കും ഒരു കരച്ചിലുമില്ല. സുഡാനിൽ പച്ചയ്ക്ക് നിർത്തി ക്രിസ്ത്യാനികളെ കത്തിച്ച് ചാമ്പലാക്കുമ്പോഴും കോൺഗ്രസുകാർക്കും കൊങ്ങികൾക്കും സുഡാപ്പികൾക്കും ഒരു കരച്ചിലുമില്ല. സൗദി ബോംബിട്ട് യമനിലുള്ള ലക്ഷക്കണക്ക് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന സമയത്തും ഈ സുഡാപ്പികൾക്കോ കൊങ്ങികൾക്കോ കമ്മ്യൂണിസ്റ്റിനോ ഒരു കരച്ചിലുമില്ല. സിറിയയില് കൂട്ടക്കൊല ചെയ്ത്
ക്രിസ്ത്യാനികളെ മുച്ചൂട് മുടിക്കുന്ന സമയത്ത് ഒരു കമ്മികൾക്കോ ഒരു സുഡാപ്പികൾക്കോ കരച്ചിലില്ല. ഇത് നമ്മുടെ പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ലോകത്തിൽ എവിടെയാണെങ്കിൽ പോലും ഇതിലൊന്നും കരയത്തില്ല. പക്ഷെ ഒരു പ്രത്യേക കരച്ചിലുണ്ട്. അന്നു മുതൽ ഇന്നു വരെ കേരളം ഒട്ടാകെ കരയുന്ന ഒരു കരച്ചിലുണ്ട്. അയ്യോ, പലസ്തീന്റെ കുഞ്ഞുങ്ങൾ ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും പിന്നെ എന്താ പറയുന്നത് സയന്റിസ്റ്റുകളായിട്ടും ഭാവി കാലത്ത് മാറേണ്ട ഡോക്ടറായിട്ട് മാറും. ഡോക്ടറായിട്ട് മാറും. എങ്ങനെ കഴുത്തറുത്ത് കൊല്ലാം എന്ന് പഠിഞ്ഞ് കഴുത്തറുക്കുന്ന ഡോക്ടറായിട്ട് മാറും. എഞ്ചിനീയർ എങ്ങനെ ബോംബ് ഉണ്ടാക്കി പൊട്ടിക്കാം എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ആയിട്ട് മാറും. അത് സത്യമാണ്. പിന്നെ സയന്റിസ്റ്റ് എങ്ങനെയുടെ അണ്ടർഗ്രൗണ്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, തുരങ്കമെടുത്ത് പെരിച്ചാളികളെ പോലെ ഊന്നു പോകാം എന്ന് പറയുന്ന സയന്റിസ്റ്റുകളായിട്ട് മാറും. ഇതൊക്കെ സത്യമാണ്. ഭാവിയിൽ ഇതൊക്കെ സംഭവിക്കേണ്ടവരായിരുന്നു. ഡോക്ടർ ആകേണ്ടവരായിരുന്നു. മനുഷ്യരുടെ കഴുത്തിറക്കേണ്ട ഡോക്ടർ ആകേണ്ടവരായിരുന്നു. എഞ്ചിനീയർ ആകേണ്ടവരായിരുന്നു. ബോംബുകൾ എങ്ങനെ ഉണ്ടാക്കി പൊട്ടിക്കാം എന്ന് പഠിക്കേണ്ട എഞ്ചിനീയർമാരായിരുന്നു. പിന്നെ സയന്റിസ്റ്റുകളായിരുന്നു. ശരിയാ, അണ്ടർഗ്രൗണ്ടിലൂടെ എങ്ങനെ സ്കൂളുകളുടെ അടിയിൽ എങ്ങനെ നമുക്ക് തുരപ്പനെ പോലെ ബങ്കർ ഉണ്ടാക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള സയന്റിസ്റ്റുകൾ, പുതിയ ബോംബുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുന്ന സയന്റിസ്റ്റുകൾ, അതൊക്കെ സത്യമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകേണ്ടവരെയായിരുന്നു പാവം ഇസ്രായേല് കൊന്നൊടുക്കിയത്. പാവം ഇസ്രായേലിനെ കൊന്നെടുക്കയോ പാവം കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കാണുന്നില്ലേ? ഷേവ് ഗാഷ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗും ഇട്ടുകൊണ്ട് വരും. പണ്ട് കുറെ ഒരു 2019-20 കാലഘട്ടങ്ങൾ വരെ ശരിയായിരുന്നു. കേരളം ഒന്നാകെ കരഞ്ഞുകൊണ്ടേയിരുന്നു ഷേവ് ഗാഷ. യഹൂദന്മാരെ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ചൊറിച്ചല്. യഹൂദന്മാരെന്ന് കേട്ടാൽ തന്നെ കേരളത്തിലുള്ള ക്രിസ്ത്യാനിക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാം തന്നെ, കാരണം മുസ്ലിങ്ങൾ പടച്ചുവിട്ട ഒരു കുറെ കള്ളക്കഥകളിനകത്ത് മുഴുങ്ങിക്കിടക്കുന്നവരായിരുന്നല്ലോ ക്രിസ്ത്യാനികള്, ഹിന്ദുക്കളും ഒക്കെ. സത്യം എന്താണെന്ന് അറിയാതെ ഇങ്ങനെ ജീവിച്ച കുറെ സമൂഹം നമ്മുടെ കേരളത്തിൽ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അന്ന് കുറെ കൂടുതലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ കുറെ ലൈവ് വരാൻ പറ്റി. 2020 തൊട്ടേ ഇവിടുത്തെ ഷേവ് ഗാഷയുടെ പ്രത്യേകത എന്താണെന്നും ഇവിടെയുള്ള മതം തീഞ്ഞ് ജീവിക്കുന്നവന്മാരുടെ സ്വഭാവം എന്താണെന്നും കാണിച്ചു കൊടുക്കാനായിട്ട് ലൈവ് വരാൻ പറ്റി. അങ്ങനെ അന്ന് തൊട്ട് ലൈവ് വന്നതോടുകൂടി തന്നെ കേരളത്തിൽ ഏകദേശം തലച്ചോറുള്ള, ബുദ്ധിയുള്ള, കാര്യങ്ങളെ വിവേചിച്ചറിയാൻ കഴിവും കപ്പാസിറ്റിയുമുള്ള ഒരു കൂട്ടം ക്രിസ്ത്യാനികളും ഒരു കൂട്ടം ഹിന്ദുക്കളും എന്ത് ചെയ്തു, തിരിച്ചറിവുണ്ടായി. അപ്പൊ അവർക്ക് മനസ്സിലായി, ഇത്രയും നാളും നമ്മളെ കൊണ്ട് ഇവന്മാര് കരയിപ്പിച്ചുകൊണ്ടിരുന്ന ഷേവ് പലസ്തീൻ എന്നൊക്കെ പറയുന്നത് വ്യാജ ഹാഷ്ടാഗാണ്. ഇനി അങ്ങനെ നമ്മൾ ഹാഷ്ടാഗ് ഇട്ട് കളിക്കാനുള്ളവരല്ല. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് തിരിച്ചറിവും ബോധവും ഒക്കെ പിന്നീട് ആളുകൾക്കുണ്ടായി. പിന്നീട് എന്ത് ചെയ്തു, ആ 2020 കാലം തൊട്ടേ മാറ്റങ്ങൾ ഉണ്ടായിത്തിരിഞ്ഞു. ഇന്ന് ഇസ്രായേലിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടമാണ് ഇന്ന് കൂടുതൽ. ഇസ്രായേൽ ഷേവ് ഗാഷ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയക്കകത്ത് പോയി കഴിഞ്ഞാൽ. പിന്നെ ഈ സുഡാപ്പികളുടെ കുറെ കരച്ചിലുണ്ട്. ആദ്യം ഭീകരവാദം, പിന്നെ വീരവാദം, പിന്നെ ഇരവാദം. ഇതാണ് ഇവരുടെ ഒരു പ്രത്യാശാസ്ത്രം എന്ന് പറയുന്നത്. ഇപ്പൊ മാപ്രകളും കൂടെ ചേർന്നിട്ടാണ് കിടന്ന് കരയുന്നത്. മാപ്രകളുടെ കരച്ചിൽ പിന്നെ പറയണ്ട. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. കേരളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്, ദൈവം ജ്ഞാനം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ബുദ്ധിയെ ഇനിയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക. മണ്ടന്മാരായിട്ട് ജീവിക്കാതെ ഇനിയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് നല്ലൊരു സുവർണ അവസരം ദൈവം തന്നിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ വോട്ടവകാശം എന്ന് പറയുന്നതിനെ. കേരളത്തിൽ ഒരു പ്രത്യേകതരം മതേതരവാ. ബാക്കിയുള്ളവനൊന്നും മതേതരം പറയാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവനൊന്നും മതം പറയാനും പറ്റത്തില്ല. മതത്തിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനും മിണ്ടിപ്പോരുത്. മിണ്ടിപ്പോയി കഴിഞ്ഞാൽ അയ്യോ കണ്ടില്ലേ മതം പറഞ്ഞ് ജീവിക്കാനത് മതപാഠ ക്ലാസ് ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള തള്ളുകളാണ് നമുക്ക് പിന്നെ കേൾക്കാൻ പറ്റുന്നത്. നമുക്ക് ഒരു കൂട്ടർക്ക് മാത്രം മതം പറയാൻ പറ്റും. അതാണ് നമ്മുടെ കേരളത്തിന്റെ മതേതരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കൂട്ടർക്ക് മാത്രം മതം വിറ്റ് ജീവിക്കാൻ പറ്റും. അതാണ് കേരളത്തിന്റെ ഒരു കൂട്ടം മതേതരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അതിന്റെ പ്രത്യേകത കാരണം എന്തുവാ കോൺഗ്രസ് VT സതീശന് ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ജമായത്തെ ഇസ്ലാമി ആരാ? VT സതീശന്. അതൊരു നല്ല സംഘടനയാണ്. അയ്യോ സത്യം, ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു ഭീകരവാദ സംഘടനയേ അല്ല. മനസ്സിലായോ? ഭീകര സ്വഭാവം, മതം ഭ്രാന്ത് മൂത്ത് കിടക്കുന്നവന്മാരേ അല്ല. പിന്നെയോ അവര് മതേതരരാണ്. ജമായത്ത് ഇസ്ലാമി ആർക്ക്? VT സതീശന് 10 വോട്ടിന് വേണ്ടിയിട്ട് കൊലയ്ക്ക് കൊടുക്കുക കേരളത്തെ.
നിങ്ങൾ ഈ പ്രാവശ്യമെങ്കിലും ബുദ്ധിയില്ലാതെ എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനിയും ഹിന്ദുവിനോടും ഞാൻ പറയുക, ഈ കോയമാരെന്തായാലും ചെയ്യാൻ പോണില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്നടങ്കം BJP അവിടെയും ഇവിടെ എല്ലാം മത്സരിക്കുകയാണ്. 10 പേരെയെങ്കിലും നിങ്ങൾ നിയമസഭയിൽ കൊണ്ടിരുത്തിയാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. വഖഫിന്റെ സമയം വന്നപ്പോഴേ നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ കേട്ടതാണ്, നിങ്ങൾ മനസ്സിലാക്കിയതാണ് കേരളത്തിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞ്. മുനമ്പം വിഷയത്തിന് മുമ്പിൽ മുനമ്പം വഖഫിന്റേതാണെന്ന് പറഞ്ഞ് ഇവന്മാര് അത് വഖഫിന് എഴുതി കൊടുക്കാൻ നോക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരനും കോൺഗ്രസിന്റെ MLA ആയിട്ട് ജയിച്ചു വന്ന ഹൈബീഡൻ MP കോൺഗ്രസിന്റെ MPയാ, അതും മുനമ്പത്ത് നിന്ന് ജയിച്ചവനാ. അവൻ പോലും വഖഫിന് അനുകൂലിച്ചുകൊണ്ടാണ് നിന്നത്. വഖഫ് എന്ന് പറയുന്നതിനെ സമൂഹത്തിന്റെ വളരെ നന്മയുള്ളൊരു സംഭവം എന്നാണ് അവൻ പറയുന്നത്. ഇവന്മാർക്കൊക്കെ വഖഫ് എന്ന് വോട്ടിന് വേണ്ടിയിട്ട്, മത വോട്ടിന് വേണ്ടിയിട്ട് കാണിക്കുന്ന പോക്കൃത്തനവാ. കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്തവന്മാരാ. പറഞ്ഞ മനസ്സിലായോ? സ്വന്തം ജനത്തെ കൂട്ടിക്കൊടുക്കാൻ പോലും മടിയില്ലാത്തവന്മാരാണ് ഇവന്മാര് മത വോട്ടിന് വേണ്ടിയിട്ട്. ജമാഅത്തെ ഇസ്ലാമിനെ എന്തിനാ കൂട്ടുപിടിച്ചു വെച്ചിരിക്കുന്നത്? SDP-യുടെ കൂട്ടെന്തിനാ? SDP-യോട് ഇപ്പം മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ നിൽക്കുക. സുരേന്ദ്രന് പറയുന്ന SDP വോട്ട് ചോദിച്ചപ്പോഴത്തേക്കും SDP-ക്ക് വോട്ട് കൊടുത്തില്ല. കാൻഡിഡേറ്റിനെ നിർത്താനായിട്ട് SDP ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും SDP-ക്ക് കാൻഡിഡേറ്റിനെ കൊടുക്കാൻ താല്പര്യപ്പെട്ടില്ല. അതിന്റെ പേരിൽ എന്ത് ചെയ്തു ഇവന്മാര്? അതിന്റെ പേരിൽ SDP ആളെ ഇറക്കി. ഇപ്പൊ കാല് പിടിച്ചിട്ട് SDP ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ഇവന്മാരെ BJP-യെ തോപ്പിക്കാൻ SDP-യുടെ കൂടെ കൂട്ടു നിൽക്കുന്നു. എവിടത്തെ കഥയെന്ന് നോക്കിക്കൊള്ളണം. രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നത്, മതം വെച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനം. ഇനിയെങ്കിലും ബുദ്ധിയില്ലാത്ത മരക്കഴുതകളായ ക്രിസ്ത്യാനിയെ ഹിന്ദുവെ സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യക്കകത്ത്, കാരണം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്കറിയാമല്ലോ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞ് കേരളത്തില് പിന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് മുഴുവനും കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ മുച്ചൂട് മുടിക്കാൻ വേണ്ടി കേരളത്തിൽ ഇസ്രായേൽ എന്താ ചർച്ചാ വിഷയമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്ത. കേരളത്തിൽ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ചർച്ചാ വിഷയമാകുന്നത്? ഇസ്രായേൽ എന്താണ് പ്രശ്നം? കേരളക്കാർക്ക് എന്തിനാ പ്രശ്നം ഇസ്രായേൽ? ഇസ്രായേൽ വലിയ രാജ്യവുമല്ലേ. അപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നാൽ യഹൂദന്മാർ ജ്യൂസ് കുടിക്കരുത്, ജ്യൂസ് കുടിക്കരുത്. യഹൂദന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടും ക്രിസ്ത്യാനിയെ കൊല്ലാൻ വേണ്ടിയിട്ടും നമ്മുടെ കൊതമതിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പം യഹൂദന്മാരുമായിട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ കണ്ണു നട്ട് എങ്ങോട്ട് പോകും? അപ്പൊ കേരളത്തില് തെരുവോരങ്ങളില് ബാനർ പിടിച്ച് നടക്കുന്നത് ഗാസയുടെ പ്രശ്നം വെച്ചിട്ടാ. ഗാസയാണ് ഇവിടുത്തെ പ്രശ്നം. പിണറായിക്ക് പ്രശ്നം ആരെ സൂചിപ്പിക്കാനാ? പിണറായിക്ക് ലോകത്ത് വേറൊരു പ്രശ്നമില്ല. കേരളക്കരയിൽ 100 കൂട്ടം പ്രശ്നം നടക്കുക. 10 വർഷം കൊണ്ട് കേരളത്തെ മുടിച്ച് നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത് വെച്ചിരിക്കുക. ഭണ്ഡാരത്തിൽ കിടന്ന പൈസ ഖജനാവിൽ കിടന്ന മുഴുവനും അടിച്ചു പറത്തി തിന്നു ഉമാര്. ഇപ്പോഴും ഖജനാവിൽ കിടക്കുന്നത് മുഴുവനെയും തങ്ങളുടെ പോക്കറ്റിലേക്ക് ആക്കാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുക. ഏതെല്ലാം വഴിയിൽ പൈസ കിട്ടുമോ അതെല്ലാം അടിച്ചു വാരി പോക്കറ്റിടുക. കാരണം എന്തായാലും അവർക്ക് അറിയാം 10 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഭരണം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് ഉറപ്പാ. അപ്പൊ പോകുന്നതിന് മുമ്പേ വടിച്ചു നക്കി എടുത്തോണ്ട് പോകാമെന്നുള്ള പ്ലാനും പദ്ധതിയും തയ്യാറാക്കി ഖജനാവ് കാലിയാക്കി പോവുക. ഇപ്പം ഈ കാലിയാക്കി പോകുന്നതിന്റെ കൂട്ടത്തിനകത്ത് ഒരു സുഖിപ്പിക്കല് കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന രീതിക്ക് എന്ത് ചെയ്യുക? കോയമാരെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയുക ഇസ്രായേലിന്റെ വിഷയമാ ഭയങ്കര വിഷയം. ഇപ്പം പിന്നെ ആഭ്യന്തര ചർച്ച നടത്താൻ പറ്റുന്ന വിഷയമല്ലേ കേരളത്തിന് ഇസ്രായേൽ എന്ന് പറയുന്ന വിഷയം. കാരണം കേരളത്തിലെ മുഴുവനും പണിയെടുക്കുന്നത് ഗാസയിലാണ്. കേരളത്തിലെ കോയമാര് മുഴുവനും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കേന്ദ്രത്തിന്റെ ഖജനാവിലേക്ക് പണം കൊണ്ടിടുന്നത് ഗാസയിൽ പണിയെടുത്തിട്ടാ. അതുകൊണ്ട് ഗാസയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, പലസ്തീൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആർക്ക് കരച്ചിൽ വരും? നമ്മുടെ പിണറായി വിജയന്റെ ഖജനാവ് കാലിയാകും. കാരണം കോയമാർ മുഴുവൻ അവിടെ പോയി അടിമപ്പണിയെടുക്കുകയല്ലേ. എവിടെയാ? പലസ്തീനകത്തെ, ഗാസയ്ക്കകത്തെ. കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 1 കോടി പേര് ഗാസയിൽ പോയി പണിയെടുക്കുക, കഷ്ടപ്പെടുക. അതുകൊണ്ട് അവരുടെ വിഷയം ആഭ്യന്തര വിഷയമാണ്. ആരൊക്കെ സംബന്ധിച്ചിടത്തോളം? പിണറായിക്ക് സംബന്ധിച്ചിടത്തോളം. പിന്നെ VT സതീശൻ പിന്നെ പറയണ്ട. ഈ VT കൊതേശന് പിന്നെ ജമായത്തെ സൂചിപ്പിക്കണം. VT കൊതേശന് പിന്നെ ജമായത്തിനെ സൂചിപ്പിക്കണം, അവരെ സൂചിപ്പിക്കണം, ഇവരെ സൂചിപ്പിക്കണം, ഇങ്ങനെ എല്ലാവരെയും സൂചിപ്പിക്കണം. എന്തിനാ? മതരാഷ്ട്രം. മതമാണ് ഷാജഹാന്.
ഷാജഹാൻ എന്താണ്? മതമാണ് മതമാണ് മതമാണ്. അവർക്കൊക്കെ മതം പറയാം, വേറെ ആരും പറയാൻ പറയില്ല. ഗോപാല കൃഷ്ണൻ അയാളുടെ പേരെന്തുവാ? BJPയുടെ നേതാവ് ഗുരുവായൂർ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പേരെന്തുവാ? ഗോപാലകൃഷ്ണനല്ലേ? BJPയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞ എന്തുവാ? അദ്ദേഹം പറഞ്ഞത് എന്തുവാ? ഹിന്ദുക്കളുടെ ഒരു പ്രദേശത്ത് ഒരു ഹിന്ദു എന്തുവാ എന്ത് ചെയ്യണം, ഇതാകണം. ഹിന്ദുക്കളുടെ അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുവന്ന് എല്ലായ്പ്പോഴും കൊണ്ടുവന്ന് ജയിപ്പിക്കുന്നത് ഒരു മുസ്ലിമിനെ കാൻഡിഡേറ്റ് ആയിട്ട് വെച്ചിട്ട് അവിടെ ജയിച്ചു പോകുന്നത്. അമ്പലങ്ങൾ എന്ന് പറയുന്ന വേശ്യാലയങ്ങൾ എന്ന് പഠിപ്പിക്കുന്നവരാ ഇവര്. അങ്ങനെ പഠിപ്പിക്കുമ്പം അദ്ദേഹത്തിന്റെ രീതിയിൽ പറഞ്ഞു. അത് എന്തോ വലിയ ആനക്കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങനെ പറയാൻ പാടുണ്ട്. അപ്പൊ മതമാണ് മതമാണ് മതമാണ്, ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടവനാണ്, ഞാൻ ഈ പാർട്ടിയിൽ ഇരിക്കുന്നത് പോലും ഈ മതത്തിന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് വച്ചയ്ക്ക് പറഞ്ഞവർ നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും വിഷയമേ അല്ല. ഇതാണ് കേരളത്തിന്റെ മതേതരം എന്ന് പറയുന്നത്. ഭയങ്കര മതതരമാണ് ഇവർക്ക്, പല പല തരത്തിലുള്ള മതതരമാണ് ഈ തരം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, അവസരം ഒന്നേ ഉള്ളൂ. ഈ പ്രാവശ്യം നിൽക്കുന്ന കാൻഡിഡേറ്റ് എന്നൊക്കെ പറയുന്നത് വെടിക്കെട്ട് സാധനങ്ങളാണ്. പിന്നെ നിയമസഭയ്ക്കകത്ത് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, നിയമസഭയിൽ പോയി ഒരു ഇളക്കം ഇളക്കി കഴിഞ്ഞാലുണ്ടല്ലോ, കേരളത്തിനെ നമുക്ക് എന്താ പറയുന്ന വികസനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ പിന്നെ ക്രിസ്ത്യാനിയെ പേടിപ്പിക്കാനും ക്രിസ്ത്യാനിയെ പറ്റിക്കാനും വേണ്ടിയിട്ട് കുറെ എന്തുവാ മണിപ്പൂര് കണ്ടോ കേരളത്തിൽ BJP 15 വർഷമായിട്ട് BJP പിടിച്ചോണ്ടിരിക്കുവാണല്ലോ. ക്രിസ്ത്യാനികൾക്ക് തീർന്നില്ലേ? ക്രിസ്ത്യാനി നിന്റെയൊക്കെ കരച്ചില്, വൃത്തികെട്ട കരച്ചില്. BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ക്രിസ്ത്യാനികൾ ചത്തൊടുക്കും, ക്രിസ്ത്യാനികൾക്ക് ഒരു കാര്യം നടക്കത്തില്ല, മതപരിവർത്തനം നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല. അത് സുപ്രീം കോടതിയും പറഞ്ഞു കഴിഞ്ഞു. പൊട്ട ക്രിസ്ത്യാനിയെ നിന്നോട് സുപ്രീം കോടതിയും പറഞ്ഞു കഴിഞ്ഞു, മതപരിവർത്തനം നിങ്ങൾക്ക് നടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് സുപ്രീം കോടതി മാത്രമല്ല പറഞ്ഞത്, ബൈബിളിൽ കർത്താവും പറഞ്ഞിരിക്കുക. നിങ്ങൾ കാടും മേടും കടന്ന് അനേകരെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ ഇരട്ടി നരകയോഗ്യരാക്കി തീർക്കുന്നു എന്നാ പറയുന്നത്. മനസ്സിലായോ? നിങ്ങള് കാടും മേടും കടന്ന് അനേകരെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇരട്ടി നരകയോഗ്യരാക്കി തീർക്കുന്നു എന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത് കർത്താവും എതിർത്ത കാര്യമാണ്. ആ കാര്യം ഹിന്ദുക്കൾ എതിർക്കുന്നുണ്ടെങ്കിൽ കാര്യമായിപ്പോയി. എന്തിനാ നിങ്ങൾ മതപരിവർത്തനം നടത്താൻ പോകുന്നത്? അത് നടക്കത്തില്ല. ക്രിസ്ത്യാനിയാണെങ്കിൽ നിനക്ക് ക്രിസ്ത്യാനിട്ട് ഇവിടെ ജീവിക്കാം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് 15 വർഷമായിട്ടും മോദി ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുക. 3-ാം തവണയും മോദി ഭരിക്കുക. എന്നിട്ട് ആർക്ക് വല്ല ദോഷം ഉണ്ടായോ? നിങ്ങളുടെ ആനുകൂല്യങ്ങൾ വല്ല നഷ്ടപ്പെട്ടു പോയോ? ക്രിസ്ത്യാനിയെ അപ്പൊ കള്ള എന്തുവാ ചുടാപ്പികള് മതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുവാ വർഗീയത പറഞ്ഞുണ്ടാക്കുന്നവന്മാര്, ഈ മതത്തിനു വേണ്ടിയിട്ട് മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഭരണത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവര്, UDF-നെ കൊണ്ടുവരണമെന്ന് അവന്മാർ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാ? കോൺഗ്രസിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാ? കോൺഗ്രസിനെ കൊണ്ടുവരാൻ ഇവന്മാർ ആഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാർക്ക് എന്ത് ചെയ്യണം? കോൺഗ്രസിനെ കൂടെ നിർത്തിയാൽ ഇവന്മാർക്ക് മതം വളർത്താം. ഇത്രയും കാലം ഈ മതം വളർന്നത്, ഈ മതം എന്നുള്ള രീതിയിൽ ഇവിടെ വളർന്നത്, ഹലാൽ ഭക്ഷണം മാത്രമേ ഹോട്ടലുകളിൽ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരുടെ ഹലാൽ ഭക്ഷണങ്ങൾ വിളംബരം ചെയ്തത്. ഇതെല്ലാം എന്ത് സംഭവിച്ചു? ഇന്ന് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഉള്ള കടകളെല്ലാം കച്ചവടം നടക്കുന്നുണ്ടോ? പൂട്ടിക്കെട്ടി പോവുക ക്രിസ്ത്യാനിയും ഹിന്ദു ഒക്കെ. എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ ഏരിയക്കകത്ത് പോയും വലിയ കാട്ട ഷോറൂം ഉണ്ടാക്കിയിടും. എന്നിട്ട് ആ ഷോറൂമിനകത്ത് കൊണ്ടുവന്ന് കച്ചവടം കൊണ്ടുവന്ന് വെക്കും. ഇവന്മാരുടെ ഒരു പ്രത്യേകതരം ഒരു സൈക്കോളജിക്കൽ എന്തുവാ പറഞ്ഞ ഒരു മൂവ്മെന്റ് ആണത്. അവിടെ പിന്നെ ക്രിസ്ത്യാനി മതേതരം മൂത്തവനാണല്ലോ, അപ്പൊ അവൻ എന്ത് ചെയ്യും? പിന്നെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് അവന്റെ കടയിൽ കയറും. പക്ഷെ അവിടെ തന്നെ ക്രിസ്ത്യാനിയുടെ കടയും ഹിന്ദുവിന്റെ കടയും ഉണ്ടെങ്കിൽ നമ്മൾ മുസ്ലിങ്ങൾ കയറത്തില്ല. നമ്മുടെ മതക്കാരുടെ കടയിലേ പോയി വാങ്ങിക്കാവൂ. അതങ്ങനെ തീരെഴുതി കൊടുത്തിരിക്കുക. അപ്പൊ നമ്മുടെ മതക്കാരുടെ ഇടയിൽ പോയി വാങ്ങിക്കുമ്പോൾ നമ്മുടെ മതക്കാരങ്ങ് വളരും. ക്രിസ്ത്യാനിയും ഹിന്ദുവും മതേതരം മൂത്ത് എവിടെ പോയി വാങ്ങിക്കും? ഇവന്റെ കടയിൽ പോയി കൂടി മേടിക്കും. അപ്പൊ ക്രിസ്ത്യാനിയുടെ കടയും ഹിന്ദുവിന്റെ കടയും പൂട്ടിപ്പോവും. ഇതാണ് ഇവിടുത്തെ മതേതരം. ഇത് ഏത് കാലത്തുണ്ടായി? നിങ്ങൾ പറ. എന്നത്തെ ലോകത്താ നിങ്ങൾ ജീവിക്കുന്നത്? ഓരോരുത്തരുടെയും മതത്തിന്റെ ഭ്രാന്ത് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ കുറഞ്ഞാ വരുന്നത്. ഇവന്മാർക്ക് മതത്തിന്റെ ഭ്രാന്ത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ കൂടിയാ വരുന്നത്. ഇപ്പം വണ്ടി യാപ്പി കുപ്പായിട്ട് ആൾക്കാരെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ?
നിങ്ങൾ കണ്ടിട്ടുണ്ടോ പണ്ട് ഈ അപ്പിക്കുപ്പായുടെ സിനിമകളിൽ പോലും നിങ്ങൾ കയറി നോക്ക്. 90s സിനിമകളും 80s സിനിമകളും നോക്കിക്കോ. അവിടെ ഹിന്ദുക്കളെന്ന് പറയും, മുസ്ലിങ്ങളെന്ന് പറയുന്ന ഒരു വിഭാഗം അപ്പിക്കുപ്പായത്തിൽ നിങ്ങൾ ഏതെങ്കിലും മുസ്ലിങ്ങളെ കണ്ടിട്ടുണ്ടോ? അവിടെ പെൺകുട്ടികളെ നിങ്ങൾ അപ്പിക്കുപ്പായത്തിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങള് ആ സിനിമയ്ക്കകത്ത് പോലും അന്നത്തെ ആ കാലഘട്ടത്തിലെ ആൾക്കാരെ വിലയിരുത്തിക്കൊണ്ടുള്ള സിനിമകളാണ് ഇറക്കിയിരുന്നത്. പക്ഷെ ഇന്ന് അപ്പിക്കുപ്പായം ഒരു നിങ്ങൾ മലപ്പുറത്ത് പോയി കഴിഞ്ഞാലേ അത് അറബിക്ക് രാജ്യമാണോ മലപ്പുറമാണോ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ആ രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു. ഇപ്പൊ മലപ്പുറത്തെ ആ ഭാഗത്തെ എന്ത് ചെയ്യണം, ഒരു സംസ്ഥാനമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ VT സതീശനെയും ഈ UDF ജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തോടുകൂടി ആരെ പേടിക്കുന്നു? BJPയെ പേടിക്കുന്നു. എന്തിനു പേടിക്കുന്നു? BJPയെ പേടിക്കുന്നത് ഹിന്ദു രാഷ്ട്രം ഇവിടെ കൊണ്ടുവരുമെന്നുള്ള പേടിയല്ല, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഹിന്ദു രാഷ്ട്രം കൊണ്ടുവരും, അല്ലെങ്കിൽ ഹിന്ദുക്കൾ മുഴുവൻ ഇവിടെ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഹിന്ദു ആകുമോ? കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ശ്രീജിത്ത് പണിക്കറിനെ. കാരണം വെച്ചാൽ ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യൻ. ഞാൻ ഇന്നുവരെയും കണ്ടതിൽ വെച്ച് വളരെയധികം കാര്യഗൗരവത്തോടുകൂടി ലോജിക്കായിട്ട് ബുദ്ധിയോടെ സംസാരിക്കാൻ കഴിവുള്ളൊരു മനുഷ്യൻ. മനസ്സിലായോ? ഈ ശ്രീജിത്ത് പണിക്കറിനെ ഒരു ചാനലിനകത്ത് ഒരുത്തൻ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഷാഹുൽ എന്ന് പറയുന്ന ഒരുത്തൻ ഇന്റർവ്യൂ ചെയ്യുക. അവൻ ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും മദ്രസ പൊട്ടനും ഒറിജിനൽ വിദ്യാഭ്യാസമുള്ളവനും തമ്മിലുള്ള വ്യത്യാസം കാണണമെങ്കിൽ ആ ഒരു ചാനൽ ചർച്ച നേരം നിങ്ങൾ കാണണം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു മദ്രസ പൊട്ടനെയും ഒറിജിനൽ വിദ്യാഭ്യാസവും വിവരവും ഉള്ളവനും തമ്മിലുള്ള വ്യത്യാസം കാണണമെങ്കിൽ നിങ്ങൾ ആ ചാനൽ ചർച്ച കയറി കാണണം. വെറും മദ്രസയിലുള്ള ആ ഒരു എന്തുവാ ബോധം മാത്രം കൊണ്ട് ഇരിക്കുന്ന ഒരുത്തൻ ഇരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, പൊട്ട ചോദ്യങ്ങള്. പിന്നെ RSSും PFIയും ഒന്നാണെന്ന് നിങ്ങൾ, വർഗീയവാദികളാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുക. അപ്പം ശ്രീജിത്ത് പണിക്കർ ഒരു ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിച്ചു. എന്നെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, PFI എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. RSSനെ കുറിച്ച് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ പറയുവാണേ, RSS തെമ്മാടികളാണെന്ന് പറഞ്ഞോ? RSS തെമ്മാടികളാണെന്ന് പറയുന്നത് പോലെയാണോ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു അധികാരത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ VS അച്യുതാനന്ദൻ പോലെ ഒരു മനുഷ്യൻ PF എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനയാണെന്നും അവർ മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്നു എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണോ? അപ്പൊ എത്രത്തോളം ഇവന്മാർക്ക് ബുദ്ധിയില്ല എന്നുള്ളത് അവിടെ തന്നെ തെളിയല്ലേ പ്രിയ സഹോദരങ്ങളെ. എന്നിട്ട് അവൻ പറയുന്നത് കാസ തീവ്രവാദ സംഘടനയോ? ഗാസ തീവ്രവാദ സംഘടനയാണോ അത് വർഗീയ സംഘടനയാണോ ഗാസ എന്ന് പറയുന്നത്? ഗാസ എന്ന് പറയുന്ന സംഘടന രൂപപ്പെട്ടത് എന്തിനാന്ന് വേണ്ടി പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ ഇവന്മാര് കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് വേണ്ടിയിട്ടാ. ക്രിസ്ത്യാനികൾക്ക് സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടപ്പോഴാ. ആരുടെ അടുത്ത് RSS വന്ന് ക്രിസ്ത്യാനികളെ മുടിച്ചു കളഞ്ഞുള്ള പേടി കാരണമാണോ? അല്ല, അതുകൊണ്ടല്ല ഗാസ ഉണ്ടായത്. ഗാസ എന്ന് പറയുന്ന ഗാസയെ തീവ്രവാദ സംഘടനയുടെ കൂട്ടത്തിലും വർഗീയ സംഘടനയുടെ കൂട്ടത്തിലും കൂട്ടു ആര്? ഇവൻ ഈ ഷാഹുൽ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുന്ന ഈ വിവരദോഷി, ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന വിവരദോഷി പറയുക RSS ഞാൻ RSSനെ എതിർക്കുന്നു, ഞാൻ ഖാസയെ തീവ്രവാദ സംഘടന എന്ന് പറയുന്നു, ഞാൻ പോപ്പുലർ ഫ്രണ്ടിനെ തീവ്രവാദ സംഘടന എന്നൊക്കെ പറയുന്നിട്ട് നൈസായിട്ട് എന്ത് ചെയ്യും? പോപ്പുലർ ഫ്രണ്ടിനെ അവൻ എന്ത് ചെയ്യുക? നൈസായിട്ട് വെള്ള തേച്ച് പെയിന്റ് അടിക്കാൻ നോക്കുക. മനസ്സിലായോ? സുധീർ RS പൂവർ, അയ്യോ ചേച്ചി വന്നോ? ബുദ്ധിയുള്ള ചേച്ചി ആയതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരം കേട്ടവനെ അതുകൊണ്ട് കേട്ട് മനസ്സിലാക്കിനെങ്കിലും. മനസ്സിലായോ? ബുദ്ധിയുള്ള ചേച്ചി ആയതുകൊണ്ടാ. മനസ്സിലായോ? ഐസക് ആൻഡോ, വെയിറ്റ് മോനെ. നിന്റെ ഇംഗ്ലീഷിന് ഒരു മറുപടി ഞാൻ തന്നിട്ട് പോകാം. എന്തായാലും ഇത്രയും പേര് ലൈവ് കാണുമല്ലേ,
ലൈവ് കാണുമ്പോൾ ഐസക് ആന്റോയുടെ ഒരു ചൊറിച്ചിൽ ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കാം. കാരണം കൊതമതിന്റെ ആൾക്കാർ ചൊറിയുന്നത് കൊണ്ടൊരു അർത്ഥം ഉണ്ടെന്ന് പറയാം. അവന്മാര് ചൊറിയുന്നതിനകത്തൊരു അർത്ഥമുണ്ട്. ഐസക് ആന്റോ എന്ന് പറയുന്ന നായിന്റെ മോൻ എന്തിനാണോ ചൊറിയുന്നതെന്നുള്ളത് അതിന്റെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ടല്ലേ പോകാൻ പാടുള്ളൂ. മനസ്സിലായോ? അത് നമുക്ക് തീർത്തു കൊടുത്തേക്കാം. ഭാര്യ ഓടി നടന്ന് വെടിവെച്ചിട്ടിട്ട് നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി തന്നതിന്റെ കരച്ചിൽ നീ ഇവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോടാ ഐസക് ആന്റോയെ? കാര്യമുണ്ടോ? അവന്റെ കണ്ണുനീരിനൊരു മറുപടി നമുക്ക് കണ്ണുനീരിന് കൊടുത്തിട്ടേ ഞാൻ വിടുന്നുള്ളൂ. മനസ്സിലായോ? നാട്ടുകാരുടെ മുഴുവന്റെയും തെറി കേൾക്കാൻ വേണ്ടി ഇറങ്ങി ഒത്തം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പ്രാവശ്യമെങ്കിലും ബുദ്ധിയും ബോധവും ഉള്ളവരായിട്ട് ഇനിയെങ്കിലും നിങ്ങൾ തലച്ചോറ് ഉപയോഗിക്കുക. ഈ ഐസക് ആന്റോയെ പോലെ ഭാര്യയുടെ കൊതം കൊണ്ട് കൊടുത്ത് സുഡാപ്പികൾക്ക് കൊതം കൊടുത്ത് ജീവിക്കുന്നവന്മാര് നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. മനസ്സിലായോ? ഐസക് ആന്റോ സ്വന്തം ഭാര്യയുടെ കൊതം കൊണ്ടുപോയി സുഡാപ്പികൾക്ക് കൊടുക്കും. അതുകൊണ്ട് സുഡാപ്പികളെ പറഞ്ഞാൽ അവന് ചൊറിയും. സുഡാപ്പികളെ പറഞ്ഞാൽ അവന് ചൊറിയും. കാരണം എന്തുകൊണ്ടാ? സ്വന്തം ഭാര്യയുടെ കൊതം കൊണ്ടുപോയിട്ട് സുഡാപ്പികൾക്ക് കൊടുക്കാനിരിക്കുന്നത് കൊണ്ടല്ലേ, കൂട്ടിക്കൊടുക്കുന്നത് കൊണ്ടല്ലേ നിനക്കൊക്കെ സുഡാപ്പികളെ പറയുമ്പോഴത്തേക്കും വിഷമവും വേദനയും ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ പ്രാവശ്യം ഉരുക്ക്, അതായത് പാലക്കാട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വെറുതെ നിങ്ങളുടെ വോട്ട് കൊണ്ടുപോയിട്ട് കണ്ട കൊങ്ങികൾക്കും കമ്മികൾക്കും കൊടുത്ത് നാട് നശിപ്പിക്കരുത്. അല്പമെങ്കിലും നിങ്ങളുടെ തലമുറകളെ ഓർത്തെങ്കിലും നിങ്ങൾ പാവം ആ സോഫാ സുരേന്ദ്രന് വോട്ടിട്ട് കൊടുത്തിട്ട് നല്ലൊരു ഉരുക്ക് വനിതയെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വഴി നോക്ക്. യുവമാർക്കിട്ട് നല്ല കോട്ട കൊടുക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ മതേതരം പറഞ്ഞു നാടിനെ കുട്ടിച്ചോറാക്കുന്ന കുറെ വട്ട് കേസുകളുണ്ട്. ദൈവന്മാരെ പോലെ ഐസക് ആന്റോയെ പോലെയും കൊങ്ങിയുടെയും കമ്മിയുടെയൊക്കെ അടിമക്കണ്ണന്മാരായിട്ടിരിക്കുന്നവന്മാരൊക്കെ ഉണ്ട്. മനസ്സിലായോ? ഈ കൊങ്ങിയുടെയും കമ്മിയുടെയും അടിമക്കണ്ണന്മാരായിട്ടിരിക്കുന്ന ഈ അടിമക്കണ്ണന്മാരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ BJPക്ക് ഒരു അധികാരം ഉണ്ടായി വരണം. അതുണ്ടായി വരും. നിങ്ങള് അടിമക്കണ്ണന്മാരല്ല, ബുദ്ധിയും ബോധമുള്ള കേരളത്തിലെ നിയമത്ത് നല്ലൊരു കാൻഡിഡേറ്റ് ആണ് രാജീവ് ചന്ദ്രശേഖർ. ഇദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യന്റെയൊക്കെ കീഴിൽ നിൽക്കാനായിട്ട് പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ആ മനുഷ്യനെ കഴിഞ്ഞ പ്രാവശ്യം കുറെ കൂതറ ക്രിസ്ത്യാനി എന്നേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായോ? വിവരദോഷികളായ ഒരു കുറെ ക്രിസ്ത്യാനികളുണ്ട്. ചെയ്ത പരിപാടി കാരണം ആ മനുഷ്യനെ എന്ത് ചെയ്തു? തോപ്പിച്ചിട്ടു. അദ്ദേഹത്തിനെ പോലെ ഒരു മനുഷ്യനെ ജയിപ്പിച്ചിരുന്നെങ്കിൽ ആ നാട് നന്നായിനെ. ഒരു മിനിറ്റ് പ്രിയ സഹോദരങ്ങൾ, ഞാൻ എന്റെ വൈഫ് ഒരു മിനിറ്റേ. ആ ഐസക് ആന്റോയുടെ ആ ഫോട്ടോ എനിക്കൊന്ന് തരണേ. അവന്റെ പ്രൊഫൈല് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അവന്റെ ഫോട്ടോ നേരത്തെ തന്നതുപോലെ ഒന്ന് സൂം ചെയ്ത് തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. നാട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പോകാം. കാരണം ഒരുപാട് പേര് കാണുന്നതാ. പറഞ്ഞ മനസ്സിലായോ? അവനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ എത്രയ്ക്കും ഗുണം ചെയ്യും എനിക്ക്. ഇതാണ് ഐസക് ആന്റോ. ഭാര്യ ഓടി നടന്ന് വെടിവെച്ചിട്ട് ഉണ്ടായതാ 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണി കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് റീന എന്റെ ഭാര്യയുടെ വെടിവെക്കലിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് ഈ ലൈവിൽ വന്നൊന്ന് പറയുമോ എന്ന് ചോദിക്കുക. നായിന്റെ മോൻ. മനസ്സിലായോ? ഐസക്കേ,
മനസ്സിലായോ? അതുകൊണ്ട് ഐസക്കെ കൂറ് നല്ലതാ, മനസ്സിലായോ? സുഡാപ്പികളോട് നിനക്ക് കൂറ് നല്ലതാ, പക്ഷെ ഭാര്യയുടെ കൊതം കൊണ്ട് സുഡാപ്പികൾക്ക് കൊടുത്തിട്ടല്ല കൂറ് കാണിക്കേണ്ടത്. കേട്ടടാ ഐസക് ആൻഡോ, പിടികിട്ടിയോ? അതുകൊണ്ട് നിന്റെ കൂറ് നിന്റെ കയ്യിലങ്ങ് വെച്ചേച്ചാ മതി, സുഡാപ്പികളോടുള്ള നിന്റെ കൂറ്. പിടികിട്ടിയോ? അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, നാട് മുടിഞ്ഞ് നശിച്ച് സുഡാപ്പികളുടെ കയ്യിലിരിക്കുക. ഈ സുഡാപ്പികൾക്ക് മൂട് താങ്ങുന്ന കുറെ കൊങ്ങികളും കമ്മികളും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്. ക്രിസ്ത്യാനിയുടെ പേരും കൊണ്ട് നടക്കുന്ന കുറെ കമ്മികളും കൊങ്ങികളും ഒക്കെയാണ്. അവർ ക്രിസ്ത്യാനിയുടെ പേരിലാണ് ഈ കമ്മിയും കൊങ്ങിയൊക്കെ നടക്കുന്നത്. എനിക്ക് ആ ഒരു ഫോട്ടോ അപ്പൊ മതേതരന്മാര് ഇതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഐസക് ആൻഡോയുടെ പ്രൊഫൈൽ എനിക്ക് ഒന്ന് ഇട്ട് തരണേ. ഐസക് ആൻഡോയുടെ പ്രൊഫൈല് ഐസക് ആന്റണിയുടെ പ്രൊഫൈൽ എനിക്ക് ഒന്ന് ഇട്ട് തരണേ. മനസ്സിലായോ? മതേതരം മൂത്ത മതഭ്രാന്തന്മാരുടെ മത വിളയാട്ടാണ് ഈ പ്രൊഫൈലിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗാസയില് ബോംബ് പലസ്തീന്, ഇറാനും പലസ്തീനും തമ്മിൽ, ഇസ്രായേലും തമ്മിൽ അടി വന്നു കഴിഞ്ഞാൽ ഇറാന്റെ കൂടെ അങ്ങ് നിൽക്കും നമ്മള്. ഇറാന്റെയും പലസ്തീന്റെയും കൂടെ അടി വന്നു കഴിഞ്ഞാൽ, ഇസ്രായേലിന്റെയും കൂടെ അടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പലസ്തീന്റെ കൂടെ നിൽക്കും. എന്തുവാ? കൊതമത് അന്നേ ഉണ്ടാക്കിയിട്ട് അടിയാ. കൊതമത് ചത്ത അന്ന് തുടങ്ങിയ അടിയാ ഇവന്മാരുടെ തമ്മിലാണ്. ഷിന്നുകളും ഷുയകളും തമ്മിലുള്ള അടി. തമ്മിൽ ബോംബിട്ട് ചാകും നമ്മള്. നമ്മൾ തമ്മിൽ ബോംബിട്ട് ഇങ്ങനെ അടി അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് ബോംബിട്ട് ചാകുന്ന സമയത്തായിരിക്കും ജൂതൻ അതിലേക്ക് കൂടി നടന്നു പോകുന്നത്. അപ്പൊ ജൂതൻ അതിലേക്ക് കൂടി നടന്നു പോകുമ്പോഴത്തേക്കും പറയും നമ്മൾ തമ്മിൽ പിന്നെ അടി കൂടാ, ഇപ്പൊ ജൂതന്റെ മണ്ടയ്ക്കെട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് ജൂതന്റെ മണ്ടയിലോട്ട് കയറും. അതിന്റെ മതേതരത്തിന്റെ ഒരു വലിയൊരു വെർഷനാണ് ഇപ്പൊ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേല് ഇറാന് അടി കൊടുക്കുമ്പോഴും അന്നം തന്ന നാട്ടിന് അടി കൊടുത്തോണ്ടിരിക്കുവോ ഇറാൻ, അവിടെ ബോംബിട്ട് തള്ളുക. അതൊന്നും കരച്ചിലൊന്നുമില്ല. അന്നം തന്ന നാട്ടിന് ബോംബിടുവാണല്ലോ, അതുകൊണ്ട് ഇറാനെ എന്ന് പറഞ്ഞ് കരയത്തില്ല. അപ്പോഴും ഇറാൻ ജയിക്കട്ടെ, ഇറാനിക്ക് ജയ്. ഈ പറയുന്നതാരാ? സുന്നിയാ. അതാ രസം. കേരളത്തിൽ ഷിയകൾ കുറവാണ്, കേരളത്തില് സുന്നികളാണ് കൂടുതൽ. എന്നിട്ടും ഇറാനിക്ക് ജയ് എന്ന് പറയുന്നത്. കാരണം ഈ സുന്നിയും ഷിയകളും കണ്ണെടുത്താൽ കണ്ടുകൂടാ. പക്ഷെ അവിടെ പ്രശ്നം ആരാണ്? പ്രശ്നം ഇസ്രായേലാണ്. പ്രശ്നം ഇടയിൽ നിൽക്കുന്നത് രണ്ടുപേരുടെയും ജന്മശത്രുവാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് ദോസ്റ്റ്. അപ്പൊ ഈ ദോസ്റ്റ് എന്ത് ചെയ്യുകയാണ്? അവിടെ ഇരുന്നു കൊണ്ട് ബോംബ് എവിടെ കൊണ്ടിടുകയാണ്? എല്ലായിടത്തും കൊണ്ട് തള്ളുകയാണ്. ബാണം വിട്ട കണക്ക് വിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പുറത്ത് മാറി ഇരുന്നിട്ട് എന്ത് ചെയ്യുക? അന്നം തന്ന നാട്ടിനോടുള്ള കരച്ചിലും ഇതൊന്നും ഇല്ല ആ സമയത്ത്. മനസ്സിലായോ? അപ്പൊ അന്നം തന്ന നാടൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ ഇറാന് വേണ്ടി നിൽക്കും, കരയും. അവസാനം എന്ത് പറയുന്ന അടി കൊണ്ട് പൂക്കുറ്റി പോലെ ഇടിയും കൊണ്ട് എല്ലാം കരഞ്ഞിരുന്നിട്ട് ഇന്ത്യ ഒന്ന് ഇറാനെ സപ്പോർട്ട് ചെയ്ത് നോക്കട്ടെ. ഇന്ത്യ പറയുകയാണ് ഞാൻ ഇറാനെ സപ്പോർട്ട് നിൽക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേ ഇന്ത്യ ഇറാനെ സപ്പോർട്ട് നിൽക്കുന്ന, എന്നാ പിന്നെ അന്നം തന്ന നാട്ടിന് വേണ്ടി നമുക്ക് സപ്പോർട്ട് നിൽക്കാം എന്ന് പറയും. യാഹിയ കൊല്ലം. യാഹിയ എന്ന് പറയുന്ന ഒരുത്തൻ കൊല്ലത്തുണ്ടായിരുന്നോ? നീ ആര്? യാഹിയ സിൻവാറിന്റെ അമ്മയുടെ കൊതത്തിന്നുണ്ടായ സാധനമാണോ യാഹിയ കൊല്ലം? എടാ, യാഹിയ സിൻവാറിന്റെ അമ്മയുടെ കൊതത്തിന്നുണ്ടായ സാധനമാണോ നീ യാഹിയ കൊല്ലം എന്ന് പറയുന്ന ഒരുത്തൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ നിനക്ക് പ്രശ്നം? എന്തുവാ? അമ്മ പറവടിയോ ഉമ്മ പറവടിയാണോന്ന് പറയാനാണോ വന്നത് എന്റെ പേജിനകത്തോട്ട്? യാഹിയക്കൊരു മോഹം അവന്റെ ഉമ്മ പറവടിയാണെന്ന്. കൊടുത്താ കൊല്ലത്തും കിട്ടുന്നൊരു ചൊല്ലുണ്ട്. ഇവനെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാവേ. ഐസക് ആൻഡോ. ഈ മലവാണം പെറ്റിട്ടിരിക്കുന്ന 3 വെടിവെച്ചിട്ടതാണെന്ന് ഭാര്യ.
ഏ ഇനി ആർക്കെങ്കിലും ഉണ്ടോ എന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ നിർബന്ധം പിടിച്ച് വാശി പിടിച്ച് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ? തന്നോളാം, എല്ലാവർക്കും തന്നോളാം. മനസ്സിലായോ? അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുക നിങ്ങളോട്, ഈ പ്രാവശ്യത്തെ ഇലക്ഷന് ചങ്കൂറ്റമുള്ള ക്രിസ്ത്യാനികള്, ബുദ്ധിയും ബോധവുമുള്ള ക്രിസ്ത്യാനികൾ, ഈ മലവാണങ്ങളുടെ പോലെ മരക്കഴുതകളായിട്ടൊക്കെ നീയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഒരു ഇതുമില്ല. കഴുതകളെ ആവശ്യവുമില്ല, മരക്കഴുതകളെ. പറഞ്ഞ മനസ്സിലായോ? ബോധമുള്ളവരും അരിയാഹാരം കഴിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ബുദ്ധിയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? BJPക്ക് വോട്ടിടാൻ നോക്ക്. ഈ പ്രാവശ്യം അവരെ ജയിപ്പിക്കാൻ നോക്ക്. നിയമസഭയിൽ നിങ്ങൾക്കൊരു ശബ്ദമാകാൻ വേണ്ടിയിട്ടെങ്കിലും, കേരളത്തിലെ വഖഫ് വിഷയങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കേരളത്തിലെ ഈ എന്താ പറയുന്ന ഹോട്ടലുകൾ കയറി ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, തുപ്പിയും തൂറിയും ഒക്കെയാ ഹോട്ടലുകൾ ഫുഡ് തരുന്നത്. നിനക്കൊക്കെ അറിയാമോ നീയൊക്കെ കഴിക്കുന്ന ഹോട്ടലിനകത്ത് ഫുഡ് എങ്ങനെയാ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട്? അത് ഹലാലാകണമെങ്കിൽ തുപ്പി ഇട്ടാലേ ഹലാലാകത്തുള്ളൂ. അടുക്കളയ്ക്കകത്ത് പോയി പാചകം ചെയ്യുക. പണ്ട് ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു, ആർക്കും ഒരു വിഷമമില്ലായിരുന്നു, ആർക്കും ആരുടെയും ഹോട്ടലുകളിൽ പോയി ധൈര്യമായിട്ട് കയറി ഇരുന്ന് കഴിക്കാമായിരുന്നു. പക്ഷെ ഈ മതം വന്നതിന് ശേഷം പിന്നെ തൊട്ട് ഹോട്ടലുകളിൽ കയറി എന്ത് ചെയ്യാമില്ല? മതം കയറിയതിനു ശേഷം പിന്നെ തൊട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. കാരണം ക്രിസ്ത്യാനിയും ഹിന്ദു, നമ്മന്റെ ആൾക്കാരെ മുഴുവനെയും അപ്പിക്കുപ്പായത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും കാണുമ്പം അകത്ത് പോയി പാചകം ചെയ്തിട്ട് വരുന്നവനകത്ത് തുപ്പിയിടുകയാണോ മൂത്രം ഒഴിച്ചിടുകയാണോ എന്ത് ചെയ്യുന്നെന്ന് ആർക്കറിയാൻ പറ്റും? അത്രയ്ക്കും മതം തലയ്ക്ക് പിടിച്ച് കയറി കിടക്കുക ഇതിനകത്ത്. അങ്ങനെയാ കേരളം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിലാ നിങ്ങളോട് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, മനസമാധാനത്തോടെ ജീവിക്കാനായിട്ട്. കാരണം വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർക്ക് പറയാൻ വേറെ ഒന്നുമില്ല. വികസനമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസിനും ഈ കമ്മ്യൂണിസ്റ്റിനും വികസനമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. UDF അറിയാം, UDF ജയിക്കണമെന്നുണ്ടെങ്കിൽ സിബിൻ തോമസ്, ഒരു മിനിറ്റ്, സിബിൻ തോമസേ, അല്ല, കോയയുടെ കരച്ചിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തിനാ കോയ കരയുന്നെന്ന്. സിബിൻ തോമസ് എന്തിനാ കരയുന്നത്? കോയയുടെ ഉമ്മയുടെ, നിന്റെ അമ്മ കോയയുടെ കൊതമ്പഴിക്കാണോ നിന്നെ പ്രസവിച്ചിട്ടെ? സിബിൻ തോമസേ, നീ കരയാനായിട്ട്? കോയയുടെ കരച്ചിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിനകത്ത് കോയ വന്ന് എന്തിനാ കരയുന്നതെന്ന് പറഞ്ഞിട്ട്. അല്ല, സിബിൻ തോമസ് വന്ന് എന്തിനാ കരയുന്നെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്ത. നിന്റെ അമ്മ കള്ളവടിയിൽ പോയിട്ട് കോയമാരുടെ കൂടെ പോയി കള്ളവടിയിൽ നിന്നെ ഉണ്ടാക്കിയിട്ടതിന്റെ കുഴപ്പമാണോ? അതിന്റെ മാതൃസ്നേഹം തീർക്കുകയാണോ? പിതൃസ്നേഹം തീർക്കുകയാണോ? പിന്നെ എന്തിനാണ് നായിന്റെ മോനെ നിന്റെ പേരിന്റെ കൂടെ തോമസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? സിബിൻ കോയാന്ന് എഴുതി വെച്ചാ പോരായിരുന്നോ? അറിയാണ്ട് ചോദിക്കുക, നിന്റെ പേരിന്റെ കൂടെ സിബിൻ കോയ എന്ന് എഴുതി വെച്ചാ പോരായിരുന്നോ? എന്തിനാ സിബിൻ തോമസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നേ? നിന്റെ അമ്മ പോയി വല്ല കോയമാരുടെ കൂടെയും എന്തുവാ കള്ളവെടിയിൽ നിന്നെ പ്രസവിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് അത് എന്റെ അടുത്ത് വന്നിട്ടാണോ കരഞ്ഞു തീർക്കേണ്ടത്? റീന എന്ന് പറഞ്ഞിട്ട് എന്റെ കമന്റ് ബോക്സിനകത്ത് കയറി തോന്നിയ മാസം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് കയറണം, ഞാൻ പൊളിക്കും ചേറ്റേ. ഞാൻ അതും കൂടി പറഞ്ഞേക്കുവാ, നിന്റെ സുഡാപ്പി സ്നേഹത്തെ കാണിക്കേണ്ടത് എന്റെ കമന്റ് ബോക്സിനകത്ത് കയറിയിട്ടല്ല. പറഞ്ഞാ മനസ്സിലായോടാ സിബിൻ തോമസേ? നിന്റെ സുഡാപ്പി പ്രണയം തീർക്കേണ്ടത് നീ കൊതം കുനിഞ്ഞു നിന്ന് വെളിച്ചെണ്ണയുമായിട്ട് കൊണ്ടുപോയി കൊടുത്ത് വല്ല കോയമാരടത്തും പോയി നിന്ന് കൊടുത്ത് തീർത്തോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവന്മാർക്ക് കുണ്ടനായിട്ട് നീ വേണമെങ്കിൽ ഇരുന്നോ, അതിന് ആ സ്നേഹം തീർക്കേണ്ടത് എന്റെ അടുത്ത് പറഞ്ഞിട്ടാണോ? അങ്ങനെയാണോ തീർക്കേണ്ടത്? അത് മര്യാദയാണോ? നിന്റെ പ്രൊഫൈൽ ഞാൻ എടുത്തോളാം. സിബിൻ തോമസേ, വിഷമിക്കണ്ട. ഒന്നാന്തരം ഒരു ഗുണ്ടൻ. സുഡാപ്പികൾക്ക് എന്തുവാ വെളിച്ചെണ്ണയും കൊണ്ടുപോയി കുനിഞ്ഞു നിന്ന് കൊതം കൊടുക്കുന്ന സിബിൻ തോമസിന് ഒരു കരച്ചില്. ശ്യാം വാഹിദ് ഡോളി. എന്താ ശ്യാം വാഹിദ് ഡോളിയോ? ഡോളി ഡോളി, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ശ്യാമേ, വിഷമിക്കണ്ട. ഓ,
ഇപ്പം പിന്നെ കുണ്ടന്മാർക്ക് എന്തുവാ പിന്നെ സുഡാപ്പികൾക്ക് കുനിഞ്ഞിന്ന് കൊതം കൊടുക്കുന്ന ക്രിസ്ത്യാനി കുണ്ടന്മാർക്കാണ് ഇപ്പൊ പ്രശ്നം. മനസ്സിലായോ? അവന്മാർക്കാ പ്രശ്നം, മറ്റുള്ളവർക്കൊന്നും പ്രശ്നമില്ല. ഇതിനകത്ത് കുറെ എണ്ണം ക്രിസ്ത്യാനികൾ. ഒരു മിനിറ്റ്, സിജോ ജോണ്, ഒരു മിനിറ്റ് നിനക്ക് തരാം, വെച്ചോ. ഇപ്പൊ തരാം, പിടിച്ചോ. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് നമുക്കറിയണമല്ലോ. ആ മലവാണത്തെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മലവാണത്തെ കൂടി എനിക്ക് കിട്ടാനുണ്ട്. സിജോ ജോൺ എന്ന് പറഞ്ഞൊരു മലവാണം. അവനെയും കൂടി കിട്ടി കഴിയുമ്പോഴത്തേക്ക് സമാധാനമായി തൃപ്തിയായി. മനസ്സിലായോ? ശ്യാം വാഹിദ് ഡോളി. അതെന്താണ് നിന്റെ പേരിന് ഇങ്ങനെ ഒരു പേര്? വാഹിദ് എന്ന് പറയുന്നത് നിന്റെ തന്ത, നിന്റെ അമ്മ വല്ലവന്റെയും കൂടെ പോയിട്ടുണ്ടാക്കിയതാണോ? ഓ, അമ്മ വാഹിദിന്റെ നേരായ വഴിക്ക് ഉണ്ടായതെന്ന് പേരിൽ തന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ഒരു വഴിയിലല്ല ഉണ്ടായത്, വാണം വിട്ടാ ഉണ്ടായെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ടാണ് നിനക്ക് വാണമേ എന്ന് പറഞ്ഞ് പേര് വന്നിരിക്കുന്നത്. നന്നായിട്ടുണ്ടല്ലോ, ശ്യാം വാഹിദ് വാണം. ഇതാണ് ശ്യാം വാഹിദ് വാണം എന്ന് പറയുന്ന വാണം. ഒരു 1.5 വാണം തന്നെയാ. അമ്മ നല്ലതുപോലെ വാണം വിട്ടത് കൊണ്ടാ ശ്യാമെന്നും വാഹിദും എന്നൊക്കെ പേര് വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു പേര് വരത്തേ ഇല്ലായിരുന്നു. പറഞ്ഞ മനസ്സിലായോ? അമ്മ വെടിവെച്ച് വാണം ഇട്ടത് കൊണ്ടാണ്, നിന്റെ ഭാര്യയെ വെടിയിഴിച്ചിട്ടത് കൊണ്ടാണ് തൊട്ടടുത്തതേ ഒരെണ്ണം ഇരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ വാണമാകുകയോ വെടിവെച്ചിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടല്ല നിന്റെയൊക്കെ വീട്ടിലെ ചരിത്രം പറയേണ്ടത്. അമ്മ വെടിയാണെന്നും മറ്റവളാണെന്നും മറിച്ചവളാണെന്നും. സിജോ ജോണെ, നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്, വിഷമിക്കണ്ട. ദേ വരുന്നുണ്ട്. ഇതാ അടുത്ത വെള്ളി വാണം. സുഡാപ്പിക്ക് കുനിഞ്ഞു നിന്ന് കൊടുക്കുന്ന ഒരു കുണ്ടൻ. ഇതാണ് സിജോ ജോണ്. മനസ്സിലായോ? സിജോ ജോണെ, നിന്റെ പ്രശ്നം എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. എടാ കഴിവറുടെ മോനെ, നിന്റെ പ്രശ്നം എന്തുവാ? ഞാൻ ലൈവിൽ ഇരിക്കുമ്പോഴത്തേക്കും നിന്റെ പ്രശ്നം എന്തുവാ? എന്റെ ലൈവ്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളതാ എന്റെ ലൈവ്. നീ വല്ല കുണ്ടന്മാർക്കും കൊതം കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയേണ്ട കാര്യമുണ്ടോ? നിന്റെയൊക്കെ പ്രശ്നമാണോ? നീയൊക്കെ വല്ല കുണ്ടന്മാർക്കും വെളിച്ചെണ്ണയുമായിട്ട് വല്ല ബസ് സ്റ്റാൻഡുകളിൽ പോയി കുനിഞ്ഞു നിന്ന് കൊടുക്കുന്നു എന്ന് പറയുന്നത് എന്റെ പ്രശ്നമാണോ? എനിക്ക് മാറ്റി ചേർന്ന പ്രശ്നമാണോ എന്നോട് വന്നിരുന്ന് കരയാനായിട്ട്? ആണോ? അതെന്റെ പ്രശ്നമല്ലല്ലോ. അല്ല. അപ്പൊ ഞാൻ കാര്യമായിട്ട് കാര്യം പറയുമ്പോഴത്തേക്കും കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടാ മതി, ഇല്ലെങ്കിൽ പോയിക്കോ. ഞാന് സിജോ ജോണെ, പോടാ ഹൂളയ്ക്കുണ്ടായവനെ. നീ നാട്ടിൽ വന്ന നീ വാണം വിടാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നാ നീ എന്ത് ചെയ്യും? നീ നാട്ടിൽ വന്ന എന്റെ കൺമുഴുത്ത് വരുവോ? അല്ല, നിനക്ക് എന്താ പ്രശ്നം? എന്താ ഞാൻ അറിയാണ്ട് ചോദിക്കുവോ? നിനക്ക് എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകാത്ത. ആ സിജോ ജോണിന്റെ പ്രൊഫൈൽ ഇങ്ങോട്ടൊന്ന് ഇട്ടേ, അവന് നമുക്ക് എന്തായാലും ഒന്ന് പരിചയപ്പെടുത്തിയും കൊടുത്തേക്കാം. നാട്ടിൽ വന്നാലെന്ന് നീ ആരെ പേടിപ്പിക്കുവാടാ കഴിവറടാ മോനെ? നിനക്ക് എന്നെ നേരിട്ടിൽ കണ്ടിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പറഞ്ഞ മനസ്സിലായോ? നിനക്ക് നേരിൽ കണ്ട ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആകെ കൂടി സംഭവിക്കും, തളർന്നു കിടക്കുന്ന ഒരു ചുണ്ണിയുണ്ട്, അത് വെട്ടിയെടുത്ത് നിന്റെ കയ്യിലോട്ട് അങ്ങ് തരും, പിടിച്ചോന്ന് പറഞ്ഞിട്ട്. പറഞ്ഞ മനസ്സിലായോ? അത്രേ ചെയ്യത്തുള്ളൂ, കൂടിപ്പോയ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങ് ഇറങ്ങിയിരിക്കുക ഭീഷണിയും കൊണ്ട്. നാട്ടിൽ വന്ന നാട് തീരെഴുതി കൊടുത്തിരിക്കുവല്ലേ സുഡാപ്പികൾക്ക്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ആർക്ക് നാട്ടിൽ വരാൻ പാടില്ല. പോടാ പോയി പണി നോക്കടാ, പോടാ വിവരം കെട്ടവന്മാരെ. മനസ്സിലായോ? പോയി പണി നോക്ക്, ചെല്ല്. നാട്ടിൽ വരണോ വേണ്ടിയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ മടിയേറ്റിയോ നിങ്ങൾക്ക്? ഇതാണ് ഇവന്മാരുടെ ധാർഷ്ട്യം. സത്യം പറയുന്നവൻ പറയാൻ പാടില്ല.
കമ്മ്യൂണിസ്റ്റ് അടിമകളും കൊങ്ങി അടിമകളും എന്ന് പറയുന്ന കുറെ പാർട്ടി അടിമകളുണ്ട്. ഇങ്ങനെ കുറെ പാർട്ടി അടിമകൾ ഇരിക്കുന്ന സമയത്ത് മതേതരം എന്ന് പറയുന്നതോ ജനാധിപത്യം എന്ന് പറയുന്നതോ ഒന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കത്തില്ല. 10 വർഷമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഭരിച്ച് 15ാമത്തെ വർഷത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. മൂന്നാമത്തെ ഭരണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതുവരെയ്ക്കും നാടിൽ ഒരു കുഴപ്പമില്ല. എല്ലാവരും സമാധാനത്തോടെ തന്നെയാണ് ജീവിക്കുന്നത്. ഇങ്ങനെ മതം തീന്നികളായിട്ട് ആരും ജീവിക്കുന്നില്ല. പറഞ്ഞ മനസ്സിലായോ? മതം തീന്നികളായിട്ട് ഇങ്ങനെ ആരും ജീവിക്കുന്നില്ല. എല്ലാവരും സമാധാനത്തോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. സിജോ ജോണേ, ഞാൻ വെച്ചിട്ട് പോയിക്കോളാം. അതെ, ഇപ്പൊ എങ്ങനെ വെച്ചിട്ട് പോകുന്നു ഇപ്പൊ കണ്ടോ? ആരാ വെച്ചിട്ട് പോകുന്നതെന്നുള്ളത് ഇപ്പൊ നീ തന്നെ കണ്ടോ? ആരാണ് ഇപ്പൊ വെച്ചിട്ട് പോകാൻ പോകുന്നതെന്നുള്ളത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നിനക്ക്. നീ വിഷമിക്കണ്ട. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് ഈ പ്രാവശ്യമെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം വോട്ടിട്ടപ്പോൾ റീനാമ പറഞ്ഞതാണ് അന്ന് ഞാറകൾ ചതിച്ചു, ഈ പ്രാവശ്യം കണ്ടറിയാം. ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന പല വൃത്തികെട്ടവന്മാർ, ഈ കൊതം കൊടുത്ത് ജീവിക്കുന്നവന്മാർ, അമ്മയും പെങ്ങളെയും കൊണ്ടുപോയിട്ട്. മനസ്സിലായോ? ഈ വൃത്തികെട്ടവന്മാരെ മാത്രമേ ഉള്ളൂ ഈ കേരളത്തെ ചതിക്കുന്നവന്മാര്. ഇവന്മാർക്ക് കുറെ കൊതം കൊടുത്ത് ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒറ്റ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയെ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയി ചതിക്കുന്നത്, നശിപ്പിക്കുന്നത്. കൊണ്ടുപോയി സമാധാനമുള്ളിടത്ത് സമാധാനത്തെ നശിപ്പിക്കുന്ന നന്ദികെട്ട വൃത്തികെട്ടവന്മാര്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള വെറുപ്പും വിദ്വേഷവുമാണ് ഈ പന്ന വർഗങ്ങള് ഈ സുഡാപ്പികൾക്ക് കൊതം കൊടുക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം പെരുമാറുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് ഈ പ്രാവശ്യമെങ്കിലും ബുദ്ധിയുള്ളവരായിട്ട് നിങ്ങൾ ജീവിക്കും. ബുദ്ധിയുള്ളവരാകുക. നമുക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, നമുക്കൊരു ആവശ്യവും പറഞ്ഞ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് BJP ഭരണത്തിൽ വന്നു. ബുദ്ധിയുള്ള കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരും സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. മനസ്സിലായോ? കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ എന്താ പറയുന്ന ജയിക്കേണ്ട മനുഷ്യനെ, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യൻ ജയിക്കേണ്ട മനുഷ്യനെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കുറെ വൃത്തികെട്ടവന്മാരും മാത്രമാ. കൊതം കൊടുപ്പ് സിജോ. മനസ്സിലായോ? ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുണ്ടൻ സിജോ എന്ന് പറയുന്നത്. കണ്ടല്ലോ നിങ്ങള്? ഇതാണ് കുണ്ടൻ സിജോ എന്ന് പറയുന്നത്. നൗഷാദ് നൗഷി. ആയിഷയെ പോലെ എല്ലാവർക്കും കൊടുക്കാൻ മനസ്സ് കാണത്തില്ല. അതെ, ആയിഷയെ പോലെ എല്ലാവർക്കും കൊതം വിശാലമാക്കി കൊടുക്കാൻ മനസ്സ് കാണുമോ? ആരാ പറഞ്ഞേ? അത് നീ പറഞ്ഞ സത്യവാ. ആയിഷയെ പോലെ നൗഷാദ് നൗഷി കൊതം വിശാലമാക്കി കൊടുക്കാൻ മനസ്സില്ലാത്തവര് സമൂഹത്തിലുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെയാ ജീവിക്കുന്നത്. ആയിഷയ്ക്ക് പറ്റുന്നതല്ല ഞങ്ങക്ക് പറ്റുമോ? ആമിന തത്തയ്ക്ക് പറ്റുന്നതൊക്കെ ഞങ്ങക്ക് പറ്റുമോ? പറ്റത്തില്ല. ക്രിസ്ത്യാനികളെ നാടിനെ നശിപ്പിക്കുന്നേ? അയ്യേ, ക്രിസ്ത്യാനികളെ നാടിനെ നശിപ്പിക്കുന്നേ. അല്ലാതെ ആരാ നശിപ്പിക്കുന്നേ? കുറെ കള്ള ക്രിസ്ത്യാനിമാർ ഇറങ്ങിയിട്ടുണ്ട്. കള്ള ക്രിസ്ത്യാനികള്. കുറച്ച് നല്ലവരുണ്ട് കേട്ടോ ക്രിസ്ത്യാനികളില്, ബുദ്ധിയുള്ളവര്. പക്ഷെ കുറെ കള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കുറെ വൃത്തികെട്ടവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ പോയി സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് വാ. മനസ്സിലായോ? സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് ഓടിവാ. ചെല്ല്. കുറെ ബിഷപ്പുമാർ ഇറങ്ങിയിട്ടുണ്ട് ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് തീരുമാനിക്കാൻ വേണ്ടി. വീട്ടിൽ കൊതേശന് കൊടുക്കാനും സുഡാപ്പികൾക്ക് കൊടുക്കാനും ബിഷപ്പുമാർ കൂട്ടത്തോടെ അങ്ങ് ഇറങ്ങി. അവന്മാർക്ക് കുറച്ച് കാശ് കിട്ടും. അത് വാങ്ങിച്ച് കീശയിൽ ഇട്ടിട്ട് വിശ്വാസികളുടെ അടുത്തെല്ലാം പറയുമ്പോ ഇന്നവന്മാർക്ക് വോട്ടിട്ട് കൊടുക്കുന്നു പറഞ്ഞിട്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഇനിയെങ്കിലും
ബുദ്ധിയുള്ളവരായിട്ട് ഈ ഇലക്ഷനെങ്കിലും കാണിച്ചു കൊടുക്കുക ക്രിസ്ത്യാനി. എന്നെ കേൾക്കുന്നതിനകത്ത് 1,00,000 പേരെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളാൽ കഴിയുന്ന ഒരു വോട്ടാണെങ്കിൽ പോലും ആ വോട്ടിന് വിലയുണ്ട്. നശിപ്പിച്ചു കളയരുത്. നല്ല നല്ല കാൻഡിഡേറ്റ് ഓരോ സ്ഥലത്തും കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അവരൊക്കെ ശബ്ദമായാലുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി ശബ്ദമായാൽ, കേരളത്തിൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാനും ആളുകൾ വേണമെന്നേ. അല്ലാതെ ഇവന്മാരുടെ ഈ തെറിവിളികളും ഇവന്മാരുടെ വൃത്തികേടുകളും ഇവന്മാരുടെ ആഭാസവും മാത്രം മതിയോ സമൂഹത്തില്, പൊതുസമൂഹത്തില്? ഇവന്മാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ പൊതുസമൂഹത്തിൽ? ബാക്കിയുള്ളവർക്ക് ആർക്കും ജീവിക്കണ്ട, ആർക്കും സമാധാനം വേണ്ട. ഇസ്രായേലിനെയും ചൊറിഞ്ഞു ഇസ്രായേലിനെ നോക്കി സോഷ്യൽ മീഡിയയിൽ മുഴുവനും 7 വീഡിയോകൾ ഇട്ടിട്ട് ആ ബെഞ്ചമിൻ നെതന്യാഹു മനുഷ്യൻ ഇനി എത്ര പ്രാവശ്യം കൊല്ലണം നിങ്ങൾക്ക്? ബെഞ്ചമിൻ നെതന്യാഹുവിനെ എത്ര പ്രാവശ്യമാണ് ഇനി കൊല്ലേണ്ടത് നിങ്ങൾക്ക്? മനസ്സിലായോ? എത്ര പ്രാവശ്യമായി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇനിയും ഇവർക്ക് കൊല്ലേണ്ടത്? അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കൂ, ഇനിയെങ്കിലും നിങ്ങൾ ഈ തീരുമാനം ഉചിതമായിട്ട് നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഇലക്ഷനെങ്കിലും നിങ്ങൾ എടുത്തില്ലെങ്കിൽ, ഞാൻ 2 പ്രാവശ്യത്തെ ഇലക്ഷനും നിങ്ങളോട് പറഞ്ഞതാ, ജനമേ ബുദ്ധിയും ബോധവും ഉള്ളവരായിട്ട് നിങ്ങൾ വോട്ടിട്, സമയം കളയരുത്. നിങ്ങളുടെ എന്താ പറയുന്ന സമാധാനത്തിനെ ഓർത്ത്, സന്തോഷത്തിനെ ഓർത്ത്, നാടിന്റെ വളർച്ചയെ ഓർത്ത്, അല്ലാതെ വേറൊന്നിനെയും ഓർത്തിട്ടല്ല, നാടിന്റെ വളർച്ചയെ ഓർത്തിട്ടെങ്കിലും. മനസ്സിലായോ? ക്രിസ്ത്യാനി എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാർ, ഈ എന്താ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആ മനുഷ്യനെ കഴിഞ്ഞ പ്രാവശ്യം വോട്ടെണ്ണി വരുന്ന സമയത്ത് ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഏരിയക്കകത്ത്, അപ്പോഴും പ്രശ്നം ഏതാ? വിഴിഞ്ഞം പോർട്ടിന്റെ പ്രശ്നം അപ്പോഴും കിടക്കുക ആ ഏരിയക്കകത്ത്. ഒരു പാലമില്ല, കിടപ്പാടമില്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. ആ ക്രിസ്ത്യൻ ബിഷപ്പിന്റെ ഒറ്റ വാശിയുടെ പുറത്താണ് എന്ത് ചെയ്തത്? ഞങ്ങളുടെ ഓർത്ത് ഞങ്ങൾ കോൺഗ്രസിന് കൊടുക്കുമെന്ന് പറഞ്ഞ് ശശി തരൂരിന് കൂടി തട്ടിക്കൊടുത്തത്. എന്നിട്ട് ശശി തരൂർ വലിയ കോട്ടയെടുത്ത് കൊടുത്തിട്ടുണ്ട്, കൊണ്ടുപോയി. ശശി തരൂരിന് കൊണ്ട് കൊടുത്തിരിക്കുക വോട്ട്. എന്നിട്ട് ശശി തരൂര് പോയിട്ടുണ്ട് ടൂർ അടിക്കാനായിട്ട്. ഇപ്പൊ വലിയ കോട്ടയും കൊടുത്തിട്ട് ആ ശശി തരൂർ പറയും, എന്റെ കൊട്ട പിടിച്ചു വെച്ചോ ക്രിസ്ത്യാനികളെ നിങ്ങളെല്ലാം കൂടി ചേർത്ത്, ഞാനൊന്ന് ടൂറിന് പോയിട്ട് വരുമ്പോ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് ശശി തരൂർ തന്റെ കൊട്ടയും കയ്യിൽ കൊടുത്തിട്ട് ശശി തരൂർ വണ്ടി വിട്ടു. ഇപ്പൊ ശശി തരൂരിന്റെ ജയിച്ചവരെല്ലാം ശശിയായിട്ടിരിക്കുക ഈ തിരുവനന്തപുരത്ത്. വിവരദോഷികളെ, നീക്ക് എങ്ങനെയാടാ വിദ്യാഭ്യാസം അച്ഛന്മാരെന്ന് പറഞ്ഞിട്ട് നീയൊക്കെ പേരെടുത്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീയൊക്കെ എങ്ങനെ അച്ഛന്മാരായ? നീയൊക്കെ സെമിനാറുകളിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി നീയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് വിവരവും വിദ്യാഭ്യാസവും. എന്നിട്ട് എന്തിനാ നിനക്കൊന്നും വിവരമില്ലാത്തായി പോയി എന്നാണ് എനിക്ക് മനസ്സിലാകത്തെ. നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ BT കൊതേശൻ പറഞ്ഞിരിക്കുക, ആറുവരി പാത ദേശീയപാതയിലൂടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിവേഗ പാത എന്ന് അതിന് പറയുന്ന പേര്. അതിവേഗ പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ബോധം വേണം എന്താണെന്ന് പറഞ്ഞിട്ട്. അതിനെന്താ വികസനത്തെ കുറിച്ച് അറിവ് വേണ്ടേ? വികസനം എന്താണെന്നുള്ളത് അറിയണ്ടേ? ഇവിടെ തമ്മിലടിക്കാൻ സമയമില്ലാതിരിക്കുമല്ലേ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും? വികസനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഖജനാവിൽ കയറുക, കൈയിട്ട് വാരുക, തങ്ങളുടെ പോക്കറ്റിലാക്കുക, ഇത് മാത്രമേ ലക്ഷ്യവുമായിട്ട് കയറുമല്ലേ. അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ വികസനം, നാടിന്റെ വികസനം ഇതൊന്നും വിഷയമല്ല. ഓരോരോ സ്ഥലങ്ങളും വികസിച്ച് മുന്നോട്ട് കയറുകയാണ്. ആ രാജ്യത്തിനും ആ സമൂഹത്തിനും പ്രയോജനമുണ്ട്. മനസ്സിലായോ? ആ രാജ്യത്തിനും നാടിനും പ്രയോജനമുണ്ട് ഓരോ സ്ഥലത്തും. കൊതേശന് കഴിഞ്ഞ ദിവസം 2 വീലർക്ക് പോകാൻ പറ്റത്തില്ല, ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ, ദേശീയപാതയിൽ ചില സ്ഥലങ്ങളിൽ. അതെന്തുകൊണ്ടാ? അതിവേഗ പാത എന്ന് പറയുന്നത് സഞ്ചാരത്തിന് വേണ്ടിയിട്ട്, കാറുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അത് വികസനത്തിന്റെ ഒരു പ്രത്യേകതയാ. അതുപോലും മനസ്സിലാകാത്ത വിവരദോഷികള്. ദേശീയപാത ആരുണ്ടാക്കിയതാ? കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാ. സ്ഥലം മാത്രം ഒതുക്കി കൊടുത്തു കേരള സർക്കാർ പാതയ്ക്ക് വേണ്ടി. പിന്നെ സ്ഥലം കൊടുക്കാതെ പാത ഉണ്ടാക്കാൻ പറ്റുമോ? സ്ഥലം ഒതുക്കി കൊടുത്താലേ പാത ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് ഒതുക്കി കൊടുത്തു. എന്നിട്ട് പറയുക എന്തുവാ? ദേശീയപാതയിൽ ഇടിവ് വന്ന് അത് തകർന്നപ്പോഴത്തേക്കും അയ്യോ ഞങ്ങളുടേതല്ല, ഞങ്ങൾക്ക് അറിയത്ത് പോലും ഇല്ല, ആ പാതയുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല, അതിനകത്ത് പൊതുമരാമത്ത് വകുപ്പിന് ഒട്ടും ബന്ധമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ദേശീയപാതയുടെ ഉദ്ഘാടനം നരേന്ദ്രമോദി ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ആരെ വിളിച്ചു? മുഖ്യമന്ത്രിയെ വിളിച്ചു. മരുമോനെ വിളിച്ചില്ല പോലും. അതുകൊണ്ട് മരുമോനെ വിളിക്കാത്തതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ദേശീയപാതയുടെ ഉദ്ഘാടനത്തിന് മരുമോനെ വിളിക്കാത്തതിന്റെ കാരണവും പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. ഇതൊക്കെയാണ് കേരളത്തോടുള്ള പ്രതിബദ്ധത കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ. ഇങ്ങനെയുള്ളവന്മാരെയാ ഇനിയും ജയിപ്പിച്ചു വിടേണ്ടത്.
മനസ്സിലായോ? കേരളത്തിന്റെ പ്രതിബദ്ധത ഇങ്ങനെയുള്ളവന്മാരെ വേണം ഇനിയും ജയിപ്പിച്ച് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വിടാനായിട്ട്. എന്നിട്ട് വേണം ഇരുന്ന് മോങ്ങാനായിട്ട് നിങ്ങൾ ഇരുന്ന് അടുത്ത പ്രാവശ്യം കൂടി. ഇനിയും കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഭരണത്തിനകത്തോട്ട് മനസ്സിലായോ? ഇനി കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഭരണത്തിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഖജനാവിനകത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്താൽ മതി? ഇനി നിങ്ങളുടെ ഖജനാവിന്റെ ഓട്ട അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈയം പൂശിക്കൊണ്ടിരുന്നാ മതി. പോയി മനസ്സിലായോ? ഖജനാവിന്റെ ഓട്ടം അടയ്ക്കാനുള്ള ഈയം മാത്രം ഇനി പൂശിക്കൊണ്ടിരുന്നാ മതി. ഇവന്മാര് കൈയിട്ട് വാരാനും രാഷ്ട്രീയം പറഞ്ഞ് മതം പറഞ്ഞ് രാഷ്ട്രീയം ജമായത്തിനെ കൂട്ടുപിടിക്കും, ഞങ്ങള് SDP കൂട്ടുപിടിക്കും. എന്നിട്ട് ഇവരെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ബാക്കിയുള്ള ക്രിസ്ത്യാനി ഹിന്ദുവിനെ കൊലയ്ക്ക് കൊടുക്കാനോ? ഇവരെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ഹക്കീം ഇപ്പോൾ ലൈവ് കൊടുത്ത് BJPക്ക് വോട്ട് കിട്ടുന്നത് എല്ലാവരും പോടാ ഊളയ്ക്കുണ്ടായവനെ. ജനത്തിന് ബുദ്ധിയും ബോധവും വന്ന് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഇലക്ഷന് BJP തിരുവനന്തപുരം പിടിച്ചെടുത്തതേ ഇതുപോലെ പലവട്ടവും ലൈവ് വന്നതിനുകൊണ്ടാ. മനുഷ്യർക്ക് ബോധം തെളിഞ്ഞത് അങ്ങനെയാ. നിന്നെപ്പോലുള്ള വിവരദോഷികൾക്ക് തെളിയത്തില്ലായിരിക്കും, പക്ഷെ എന്നെ കേൾക്കുന്ന ഒരുപാട് കേരളത്തിലെ സമൂഹമുണ്ട്. ഇന്ന് കേരളത്തിൽ BJPക്ക് നല്ലൊരു വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിൽ നിന്ന് യെരുശലേമിൽ നിന്ന് റീന പല ലൈവുകളും കൊടുത്തതിന്റെ ഒരു ഭാഗവും കൂടിയാ. മനുഷ്യർക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. നിന്റെയൊക്കെ കരച്ചിലുണ്ടല്ലോ, ഗാസയെ നോക്കിയും പലശീനെ എന്ന് പറഞ്ഞുള്ള ഒരു കരച്ചിൽ, കള്ളക്കരച്ചിലുണ്ടല്ലോ. ഈ കരച്ചിലൊക്കെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി. നീയൊക്കെ എത്രത്തോളം മതം പിടിച്ചവന്മാരാണ്, മതം മൂത്തവന്മാരാണെന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ മാസം 7-ാം തീയതി ഇവിടെ കയറി ഇസ്രായേലിൽ കയറി പിഞ്ചു കുഞ്ഞുങ്ങളെ 2023 കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഗർഭസ്ഥയായിരുന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്തിട്ട് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് ഓവനകത്തിട്ട് ഉമ്മാര് കരിച്ചു കളഞ്ഞപ്പോഴും അന്നൊന്നും നിനക്ക് അതൊന്നും ഓർത്ത് കരച്ചിലില്ല. അപ്പോഴും നീയും നിന്റെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം കൂടി ചേർന്നിരുന്നിട്ട് ഇസ്രായേലിൽ കയറി നുഴഞ്ഞ് ഇസ്രായേലിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തതും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തീർത്തതൊന്നും അവർക്കതൊന്നും വിഷയമല്ല. ഇസ്രായേൽ അങ്ങോട്ട് തിരിച്ച് ചൊറിയാൻ വന്നവന്മാർക്ക് കൊടുത്തു. എടാ, നിന്റെയൊക്കെ വീട്ടിൽ കയറി നിന്റെ ഭാര്യമാരെ ബലാത്സംഗം ചെയ്യോ, നിന്റെ മക്കളെ ബലാത്സംഗം ചെയ്യോ വായി നോക്കിയാണോ ഇരിക്കുന്നത്? തിരിച്ചങ്ങോട്ട് കൊടുക്കത്തില്ലേ? തിരിച്ചാ കൊന്നവനെ ഓടി നടന്ന് തീർക്കത്തില്ലേ? ഇവന്റെ കുടുംബം കയറി അങ്ങ് തീർക്കത്തില്ലേ? അല്ലാതെ നോക്കിക്കൊണ്ടിരിക്കത്തില്ലല്ലോ. ഇസ്രായേലിനെ എപ്പ തീർക്കണം എന്ന് പറഞ്ഞിട്ട് അണലിക്കുഞ്ഞുങ്ങൾ പോലും പ്രസവിച്ച് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെയുള്ളവന്മാർക്ക് ഇസ്രായേലിൽ നടന്നത് അനീതിയായിട്ട് തോന്നിയിട്ടില്ല. അപ്പോഴും പറയുന്നത് എന്താ? ഇസ്രായേലിൽ നടന്നത് അത് രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നതാണ് കഴിവരുടെ മക്കളെ നിങ്ങളുടെയൊക്കെ പോരാട്ടം. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതാണോ പോരാട്ടം? ഇവനെയാക്കിയാണ് ഹമാസ് എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാർ ഇവിടുന്ന് പിടിച്ചു കടത്തിക്കൊണ്ടുപോയ പെങ്കുച്ചുങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ട് അവരെ സ്ഥിരമായിട്ട് പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്തപ്പോഴത്തേക്കും ഇവിടെ കൊങ്ങികളും കമ്മികളും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് സുഖിപ്പിക്കല്. ആരെ സൂചിപ്പിക്കാനാ? നമ്മുടെ വോട്ടിന് വേണ്ടിയിട്ട് ആരെ സൂചിപ്പിക്കണം? നമ്മുടെ കോയമാരെ സൂചിപ്പിക്കണം. എന്നാൽ കുറച്ച് വോട്ട് കിട്ടും. അതിനു വേണ്ടിയിട്ട് സ്വന്തം സ്ത്രീകളെ ബ്രൂട്ടലായിട്ട് ബലാത്സംഗം ചെയ്യുന്നവന്മാരെ പോരാളികളെന്ന് വിളിച്ച സമൂഹമാണ് നമ്മുടെ സമൂഹം. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം പ്രിയ സഹോദരങ്ങളെ. ഈ കൊങ്ങികളും ഈ കമ്മികളും എന്ന് പറയുന്നത്, ഈ വൃത്തികെട്ടവന്മാര് നിങ്ങളുടെ സമൂഹത്തിൽ ഇപ്പോഴും പച്ചയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് പോരാട്ട വീരം എന്നൊരുത്തന്റെ നാവിന്ന്, ഒരു രാഷ്ട്രീയ നേതാവിന്റെ നാവിന്ന് വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ എത്രത്തോളം ആദംബതിച്ചവനാണ്. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിന്റെ പേരാണോ പോരാട്ടം എന്ന് പറയുന്നത്? പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നതിന്റെ പേരാണോ പോരാട്ടം എന്ന് പറയുന്നത്? അപ്പോൾ അത്രത്തോളം അധംപതിച്ചവന്മാര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുക. ഈ വീട്ടിൽ കൊതേശനാട്ടെയും ശരി, പിണുങ്ങാണി വിജയനാണെങ്കിലും ശരി, ഇവന്മാരെല്ലാം പറഞ്ഞത് അത് പോരാട്ടമെന്നും അത് പോരാട്ട വീര്യമെന്നുമാ. അവരുടെ രാജ്യത്തിന് വേണ്ടി ഒരു പോരാടുകയാ. ബലാത്സംഗം ചെയ്താ പോരാടുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തുമാണോ പോരാട്ടം കഴിക്കുന്നത്? അപ്പോൾ അങ്ങനെ പറഞ്ഞവന്മാരെയാണ് നിങ്ങൾ ഇന്നും പൊതുസമൂഹത്തിൽ നല്ലൊരു നേതാവ്, ഞങ്ങൾക്ക് നന്മ കിട്ടും, ഈ നേതാവ് ഭരിച്ചാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലൊരു മരപ്പൊട്ടന്മാർ ഈ ലോകത്ത് വേറെയില്ലെന്ന് അതിനർത്ഥം. നിങ്ങളുടെ സ്വന്തം ഭാര്യമാർക്കും മക്കൾക്കും എന്തു പറയുന്ന ഗ്രേസി വർഗീസ് ഇതാ വന്ന അടുത്ത ഊള.
ഗ്രേസി വർഗീസ് ഊളച്ചി വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനിയെ തകർക്കാനാണോ BJP ചെയ്യിപ്പിക്കുന്നത്? പോടി ഊളക്കുണ്ടാവില്ല. 10 വർഷം ഇന്ത്യക്കകത്ത് BJP ജയിച്ചിട്ട് എവിടെ ക്രിസ്ത്യാനി തകർന്ന് താഴടിച്ചു കിടക്കുന്നു? നിന്റെയൊക്കെ കൈയിട്ടുവാറുണ്ടല്ലോ, നിന്റെയൊക്കെ പാച്ചർമാരും പുരോഹിതന്മാരും എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് മതത്തിൽ പോയിട്ട് മതപരിവർത്തനം നടത്തി കണ്ട ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടെയും മറ്റുള്ളവരുടെയൊക്കെ പാവത്തിന് എന്തേ മുസ്ലിങ്ങളുടെ അടുത്ത് പോയി നിങ്ങൾക്ക് മതപരിവർത്തനം നടത്തണ്ടേ? ഹിന്ദുക്കളുടെ വീട്ടാന്തോറും കയറി ഇറങ്ങത്തുള്ളൂ, പാവപ്പെട്ടവന്റെ വീട്ടിലോട്ട് കയറി ഇറങ്ങത്തുള്ളൂ. നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് മതപരിവർത്തനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് നടക്കത്തില്ല ഇന്ത്യക്കകത്ത്. ഈ ക്രിസ്ത്യാനിയെ തകർക്കാനാണ്. നീ തകർന്ന ആൾറെഡിയെ കിടക്കുമല്ലേ ഇപ്പം. BJP 10 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങ് ഇറങ്ങിയിരിക്കുക കുറെ ക്യാപ്സൂളുകളുമായിട്ട്. ക്രിസ്ത്യാനി അങ്ങ് തകർന്ന് താളടിയായി പോകുമ്പോൾ BJP അങ്ങ് ഭരിച്ചു കഴിഞ്ഞാ ഈ ക്യാപ്സൂൾ കുറെ വിറ്റതാ. നിങ്ങളുടെ ഈ ക്യാപ്സൂളുകൾ കുറെ വിറ്റ് നിങ്ങൾ നോക്കിയതാ. നിങ്ങൾ അമ്മി അടിമകളോ ഒങ്ങി അടിമകളോ ഏത് വൃത്തികെട്ട അടിമകളോ ആയിട്ട് പോട്ടെ. ബാംഗ്ലൂരിൽ ഭരിച്ചപ്പോൾ ബീഫ് നിരോധനം വന്നിരുന്നു. അതുകൊണ്ട് നീ തിന്നാതെ കിടക്കുമല്ലായിരുന്നോ? അത് തിന്നാതെ കിടക്കുമല്ലായിരുന്നോ? ബീഫ് ഇവിടെ തിന്നാതെ കിടക്കുക. ഇവളോട് പോയി കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു ബീഫ് തിന്നരുതെന്ന് പറഞ്ഞു ഇവിടെ കൈക്ക് അങ്ങ് പിടിക്കുമായിരുന്നു. നിങ്ങളുടെ ക്യാപ്സൂളുകൾ നിങ്ങളുടെ കൈയിൽ കൊണ്ട് അങ്ങ് വെച്ചേരെ. പറഞ്ഞ മനസ്സിലായോ? സിറാജ് കോഴിഞ്ചേന, മാഡം നല്ല ഭാഷ ഉപയോഗിച്ചാൽ ഇതിലേറെ ജനങ്ങളെ സ്വാധീനിക്കാനാവും. അയ്യോ കഷ്ടം, ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. മനസ്സിലായോ? തോന്നിയവാസം പറയുന്നവന്മാർക്ക് തോന്നിയവാസം മറുപടി കൊടുക്കുന്ന അർത്ഥത്തെ കൊടുക്കാവൂ. അല്ലാതെ തോന്നിയവാസം പറയുന്നവന്മാരുടെ അടുത്ത് ഞാൻ രാഷ്ട്രീയ നേതാവൊന്നും അല്ലല്ലോ പോയിരുന്നിട്ട്. ഞാൻ രാഷ്ട്രീയ നേതാവൊന്നും അല്ലല്ലോ ഇവർക്കൊക്കെ പോയിരുന്നിട്ട് സൂപ്പിട്ടും സോപ്പിട്ടും ഒക്കെ ഇവരെ പിടിച്ചു നിർത്താനായിട്ട്. എനിക്ക് പറയാനുള്ളത് പച്ചയ്ക്ക് നോക്കി ഞാൻ പറയും. എന്റെ ലൈവിൽ വന്ന് തോന്നിയവാസം പറഞ്ഞിട്ട് ഒരുത്തിന് പോകാൻ പറഞ്ഞാൽ തിരിച്ചു നല്ല ഞാൻ കോടയങ്ങ് കൊടുക്കും. അത് അവന്റെ ഭാഷയ്ക്ക് തന്നെ മറുപടി കൊടുക്കും. ഇങ്ങോട്ട് ഒരുത്തൻ തീട്ടൻ അറിയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ തീട്ടവും വാരി തേച്ചിട്ട് കാക്കത്തൂരി എന്നാ തോന്നുന്നേ എന്ന് ജഗദീഷിന്റെ ഡയലോഗ് ഞാൻ ഇടത്തില്ല. ഇങ്ങോട്ട് തീട്ടം വരാൻ അറിയാൻ ഒരുത്തരും പാപം ഉണ്ടെങ്കിൽ ആ തീട്ടം വാരി അവന്റെ മുഖത്തേക്ക് ചാപ്പി കൊടുക്കും. ഞാൻ അത്രേ ചെയ്തു. അതേ അണ്ണാക്കിനകത്തോട് തിരികെ കൊടുക്കും, വാങ്ങിച്ചിട്ട് പോടാന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? നാടിനെ മുടിപ്പിച്ചും നശിപ്പിച്ചും മുച്ചൂടും നശിപ്പിച്ചും എന്തുവാ ഇതാക്കാൻ വേണ്ടിട്ട് നടക്കുക കുറെ എണ്ണങ്ങള്. ക്രിസ്ത്യാനി എന്ന് ക്രിസ്ത്യാനി നീയൊക്കെ നന്നാകും, എന്ന് നന്നാകും നീയൊക്കെ. നിന്റെയൊക്കെ എന്ത് പറഞ്ഞ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു നാടിനെ തന്നെ നശിപ്പിക്കാൻ നോക്കുകയാ. ഒരു പ്രയോജനവുമില്ലാത്ത നേതാക്കന്മാർക്കാ കൊണ്ടുപോയി വോട്ടിട്ട് കൊടുക്കുന്നു. ഒരു പ്രയോജനവുമില്ല ഇവന്മാർക്ക്. പക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് അടിമയും കൊങ്ങി അടിമയും മാറി ചിന്തിക്കാനുള്ള സമയമായാൽ പോലും മാറി ചിന്തിക്കത്തില്ല ഈ വിഡ്ഢികളായ ജനം. അതുകൊണ്ട് എന്താ, നാട് നശിപ്പിച്ച് നാട് മുടിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങി സമാധാനത്തോടെ നടക്കാൻ പറ്റത്തില്ല. വെല്ലുവിളികളാ എല്ലായിടത്തും. കാണിച്ചു തരാവടി, അങ്ങനെ കാണിച്ചു തരാവടി, ഇങ്ങനെ കാണിച്ചു തരാവടി, അത് ചെയ്തു തരാവടി, ഇത് ചെയ്തു തരാവടി എന്ന് പറഞ്ഞിട്ട് സമാധാനക്കേട് ഉണ്ടാക്കിയിരിക്കുക. വെല്ലുവിളികൾ ഉയർത്തുക ചെയ്യുന്നത്. സമാധാനത്തിൽ നമുക്കൊന്ന് ഇറങ്ങി നടക്കാൻ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു നേതാവിനെ നമുക്ക് ഇല്ലാത്ത അവസ്ഥയാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായിട്ട് ഈ പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യും? ബുദ്ധിയുള്ളവരായിട്ട് നിങ്ങൾ വോട്ടിടാൻ നോക്ക്. അങ്ങനെയെങ്കിലും എന്തുവാ സമൂഹത്തിൽ ഒരു മാറ്റം വരട്ടെ. എന്തുവാ കേരളത്തിൽ താമര വിരിയത്തില്ല, പൂക്കത്തില്ല, എനത്തില്ല, ആനത്തില്ല, പോനത്തില്ല എന്നൊക്കെ പറഞ്ഞാലും ബുദ്ധിയുള്ള ജനത ബാക്കിയുണ്ട്, അവശേഷിക്കുന്നുള്ള തെളിവാണ് തൃശ്ശൂരിൽ ഉള്ള വിജയം. സിറാജ് കോഴഞ്ചേന, ഗാന്ധിജിയുടെ രീതി സ്വീകരിക്കണം. എന്തിന്? ഉരിഞ്ഞിട്ട് കിടക്കാനോ? സിറാജ് കോഴഞ്ചേന, ഗാന്ധിജിയുടെ രീതി സ്വീകരിക്കണം എന്തിനാ? ഗാന്ധിജി തനിക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 17 വയസ്സ് പ്രായമുള്ള പെമ്പിള്ളാരെ കൊണ്ടുവന്ന് തൊട്ടടുത്തിട്ടിട്ട് ഉരിഞ്ഞിട്ട് കിടന്ന മനുഷ്യനല്ലേ? 17 വയസ്സ് പ്രായമുള്ള പെമ്പിള്ളാരെ അടുത്ത് കിടത്തിയിട്ട് ഉടുതുണിയില്ലാതെ 2 നെഞ്ചിലും മാറിടത്തിലും പെമ്പിള്ളാരെ കിടത്തി ഉറക്കിയ മനുഷ്യനല്ലേ? എന്തിന്? ഗാന്ധിജിയുടെ മാർഗം സ്വീകരിക്കണോ ഇവിടെ? പോടാ, ആദ്യം പോയി പടിയിലടാ വിവരം കെട്ടവന്മാരെ. ഗാന്ധിജി എന്തോന്നുണ്ടാക്കി ഇവിടെ? ഗാന്ധിജി ചെയ്തു വെച്ച കൊള്ളരുതായ്മകൾ പറയാൻ പോയാലുണ്ടല്ലോ എണ്ണി പറയാൻ പറ്റും. ചരിത്രം നമ്മളെ പഠിപ്പിച്ചപ്പോൾ മുഴുവനും പൊട്ടച്ചരിത്രമാണല്ലോ പഠിപ്പിച്ചത്.
ടിപ്പു സുൽത്താനെ പിടിച്ച് അങ്ങ് ഭയങ്കര എന്തോ സംഭവമാക്കി കളഞ്ഞു. ചരിത്രം പഠിപ്പിച്ചപ്പോ പഠിപ്പിച്ച ചരിത്രമാണ്, ഇതാണ് നമ്മൾ പഠിച്ച ചരിത്രം. അതുകൊണ്ടെന്താ പൊട്ടച്ചരിത്രം ജീവിതത്തിൽ പഠിച്ചു വെച്ചത് മുഴുവനും. ഗാന്ധിജി എന്ന് പറയുന്ന സംഭവത്തെ എന്തോ വലിയ സംഭവമാക്കി നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു. നിങ്ങൾ ഗാന്ധിജിയെ കുറിച്ച് കേട്ടപ്പോ നിങ്ങൾ എങ്ങനെയാ കേട്ടത്? മഹോൻ ഗാന്ധിജി എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്, വലിയൊരു മഹാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്പം പോലും വിവരമില്ലാത്തവൻ, പ്രായത്തിനൊത്തുള്ള അല്പം വിവരം വേണ്ടേ അവന്? ഗാന്ധിജിക്ക് പ്രായത്തിനൊത്തുള്ള വിവരം വേണ്ടേ? മനസ്സിലായോ? പ്രായത്തിനൊത്ത അല്പമെങ്കിലും വിവരം വേണം ഗാന്ധിജിക്ക്. അല്ലാതെ വിവരമില്ലാത്തവനെ പിടിച്ച് മഹാനാക്കാൻ പറ്റുമോ? തന്റെ സാധനം പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് പെമ്പിള്ളാരെ ഇന്നത്തെ നിയമപ്രകാരം, പോക്സോ നിയമപ്രകാരം കേസെടുക്കാനുള്ള വകുപ്പാ ഗാന്ധിജി ഉണ്ടാക്കി വെച്ചത്. 17 വയസ്സ് പ്രായമുള്ള പെമ്പിള്ളാരെ കൂടെ കൊണ്ടുപോയിട്ട് മാറിടത്തിൽ കൊണ്ടുപോയി കിടത്തി ഉറക്കി. പരീക്ഷണം, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏതാ പണ്ട് എന്തുവാ പിന്നെ ഇവിടെ ഇത് എന്തുവാ വായിൽ വരുന്നില്ല, പിന്നെ ഇവിടെ എന്തുവാ ജർമ്മനിയിലും അവിടെ ഇവിടെയൊക്കെ എന്തുവാ സയന്റിസ്റ്റുകൾ പരീക്ഷണം നടത്തുമായിരുന്നു. അതിന്റെ വേറൊരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി നടത്തിയ പരീക്ഷണമാ കേരളത്തിൽ ഇന്ത്യക്ക് കൊടുത്ത വലിയൊരു സംഭാവനയാ. 17 വയസ്സ് പ്രായമുള്ള പെമ്പിള്ളാരെ തന്റെ മാറിടത്തിൽ ചേർത്ത് കിടത്തിയാലും തന്റെ സാധനം പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന പരീക്ഷണം, ഏറ്റവും വലിയൊരു പരീക്ഷണം. ആഹാ, സയന്റിസ്റ്റ് ആകുമ്പോ ഇങ്ങനെ വേണം കൊടുക്കാൻ ഗാന്ധിജിക്ക്. സയന്റിസ്റ്റിന് ഇതുപോലത്തെ ഒരു സയന്റിസ്റ്റ് ലോകമുണ്ടോ? പേരെന്തുവാ? മഹാത്മാവ്. ഏത് മഹാത്മാ? അപ്പൊ ഇതൊക്കെയാണ് ബിബിൻ കേസ്. മുട്ടയിൽ കൂടോത്രം ചെയ്ത് ഇല്ലാതാക്കി കളയും, മിണ്ടാതിരുന്നാ നിനക്ക് നല്ലത്. എടാ, മുട്ടയിൽ കൂടോത്രം ചെയ്യാതെ അത് ചെയ്യുമ്പോൾ വല്ല സ്വർണ്ണക്കട്ടിയിലും കൂടോത്രം ചെയ്ത് എന്റെ അഡ്രസ്സ് തരാൻ ഇങ്ങോട്ട് അയച്ചിട്ടാൽ മതി. ഞാനങ്ങ് കയ്യിലിട്ട് മനസ്സിലായോ? സാബു കിഴുന്തറ വർഗീസ് ആര്? ആ കൂടെ നിൽക്കുന്നവളാണോ പൂമോള്? ആ കൂടെ നിൽക്കുന്നവളെയാണോ പൂമകളെന്ന് പറഞ്ഞത്? എന്താ സാബുവിന് ഇതിനെക്കുറിച്ച് ചൊറികടി? വല്ല സത്യാന്വേഷണ പരീക്ഷണങ്ങളും ഗാന്ധിജിയെ പോലെ വല്ല നടത്തുന്നുണ്ടോ? നിന്റെ കൂടെ വല്ല 17 16 വയസ്സുള്ള പെമ്പിള്ളാരെ ഇങ്ങനെ മാറിലിട്ടിട്ട് നീ ഉടുതുണിയില്ലാതെ ഇങ്ങനെ മണിയും മാട്ടിക്കൊണ്ട് വല്ലതും കിടക്കുന്നുണ്ടോ? സാബു കുഴുന്തറ വർഗീസേ, ഗാന്ധിജിയെ കണ്ടുപിടിച്ചിട്ട് വല്ല സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? പറഞ്ഞ നല്ലതായിരിക്കും. ചരിത്രം യഥാർത്ഥത്തിൽ അന്വേഷിച്ച് മനസ്സിലാക്കി നിങ്ങൾ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ അറിഞ്ഞ മഹാന്മാരെന്ന് പറയുന്ന മഹാന്മാരെന്നുണ്ടല്ലോ, ഈ മഹാന്മാർ എത്ര വലിയ തെമ്മാടികളാണെന്നും ഇന്ത്യയെ എത്രമാത്രം കുരുതിക്ക് കൊടുത്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്ന് ഭയങ്കര ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഒരു കുടുംബത്തിന് അങ്ങ് പതിച്ചു കൊടുത്തിരിക്കുക പ്രധാനമന്ത്രി പദവി. ഇന്ത്യയെ അങ്ങ് ഭരിച്ചോ നിങ്ങൾ? കുടുംബമായിട്ട് നിങ്ങൾ ഭരിച്ചോ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക. അപ്പൻ, അപ്പുപ്പൻ, മകൻ, മകൾ, ഇപ്പം പപ്പുമോനെയും കൊണ്ട് നടക്കുക പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട്. നടന്ന കണക്ക് തന്നെ ഇന്ത്യയെ അങ്ങനെ കുടുംബത്തിന് എഴുതി കൊടുത്തിരിക്കുന്ന സാധനമല്ലല്ലോ. VT സതീശൻ കൊണേശൻ പറയുകയാണ് എന്തുവാ ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്ന് പുറത്തുനിന്ന് വന്ന് എന്തുവാ കെട്ടി നൂലിറക്കിയ ആള് ശോഭാ സുരേന്ദ്രനാണ്. കാരണം പാലക്കാട്ടുകാരിയല്ല, പാലക്കാട്ടിലേക്ക് കൊണ്ട് കെട്ടിയിറക്കുകയായിരുന്നു എന്നാ VT കൊതേശൻ പറയുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന് കെട്ടിയിറക്കി കൊണ്ടുവന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നു. എന്നാ ആ കൊതേശൻ അറിയത്തില്ല ഇറ്റലിക്കാരി എന്ന് പറയുന്ന ഒരാളെ കെട്ടിയിറക്കി കൊണ്ടുവന്ന തന്റെ നമ്മുടെ പാർട്ടിയുടെ തന്നെ തലപ്പത്ത് തൂക്കി വെച്ചിരിക്കുന്നത് വേറെ എവിടെ നിന്നോ കൊണ്ടുവന്ന സാധനത്തിനെ കെട്ടിയിറക്കിയിട്ടാണെന്നുള്ളത് ഈ വോട്ടന്മാർക്ക് ബോധമില്ലേ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. മനസ്സിലായോ? ഈ പൊട്ടന്മാർക്ക് ബോധമില്ലേ? പുറത്തുനിന്ന് ഒരുത്തനെ കൊണ്ടുവന്നിട്ടാണ്, പുറത്തുനിന്ന് ഒരുത്തിയാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇവിടെ കുടുംബമായിട്ട് ഭരിക്കാൻ വിട്ടിരിക്കുക. ഇപ്പോഴും ഈ UDF എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങൾ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് BJPക്കാ. BJPക്കേ വോട്ട് ചെയ്യാവൂ. ബുദ്ധിയുള്ള ജനമേ, നിങ്ങൾ BJPക്കേ വോട്ട് ചെയ്യാവൂ. നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾ സ്ഥാനാർത്ഥികൾ BJP ആയിട്ട് നിൽക്കുന്നോ നിങ്ങളുടെ വോട്ട് കൊടുക്ക്. ഒന്ന് 10 പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഇന്ന് ഒന്ന് കൊടുക്കുന്നതായിരിക്കും നാളെ 2 ആകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രത്തോളം വോട്ട് ശതമാനം ഇന്ത്യക്കകത്ത് കേരളത്തിനകത്ത് BJP ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.
കാരണം മനുഷ്യർക്ക് ബുദ്ധിയും ബോധമുണ്ട്. അവർക്ക് മനസ്സിലായി BJP വരണം, നമുക്ക് സമാധാനം വേണമെങ്കിൽ. കുറെ ക്രിസ്ത്യാനി മൊണ്ണകൾ ഇങ്ങനെ ഇറങ്ങി നടപ്പുണ്ട്. എന്തോ BJP വന്നു കഴിഞ്ഞാൽ നമുക്ക് മതം മാറ്റാൻ പറ്റും. അത് പെന്തക്കോള്, കുറെ പെന്തകോള് ഇറങ്ങി നടപ്പുണ്ട്. പിന്നെ കുറെ പോട്ടന്മാരായിട്ടുള്ള ഈ ബിഷപ്പുമാരുടെ കുണ്ടി താങ്ങിക്കൊണ്ട് നടക്കുന്നവരും. അല്ലാതെ ബിഷപ്പുമാരുടെ കുണ്ടി താങ്ങാത്തതും പെന്തകോളും ഇല്ലാത്തത് സാധാരണക്കാട്ട ക്രിസ്ത്യാനിക്ക് കാര്യം മനസ്സിലാകും. സാധാരണപ്പെട്ട ക്രിസ്ത്യാനിക്ക് മനസ്സിലാകും കേരളത്തിൽ ഇനി എന്താണ് പുതിയ സാഹചര്യം എന്ന് പറയുന്നത്. കുടുംബമായിട്ട് അങ്ങ് തീറെഴുതി കൊടുത്തിരിക്കുക. അമ്മ വരണം, മോൻ വരണം, അപ്പം വരണം, അപ്പുപ്പം വരണം, മകൻ വരണം, ഇങ്ങനെ വരണം. ഇപ്പം ഇളയ പേരക്കിടാവിനെയും കൂടി അങ്ങ് മന്ത്രിയാക്കിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ഭാവി പ്രധാനമന്ത്രി ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുക. ഭാവി പ്രധാനമന്ത്രി അടിച്ചുവിടുന്ന പൊട്ടത്തരം കേട്ടാലോ, ഇവനെയൊക്കെ കൊണ്ടുപോയി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഭരിക്കാൻ വിട്ടാലുണ്ടല്ലോ കോമാളി വേഷം കെട്ടിക്കും. ഇന്ത്യ എന്ന് പറയുന്നത് ആണൊരുത്തനായിട്ട് തന്റെ ഇടമുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുള്ളത് കൊണ്ടാണ് ഇന്നും ചങ്കൂറ്റത്തോടെ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ അഭിമാനത്തോട് ഇറങ്ങി നടക്കാം. പണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ കാർക്കിച്ച് തുപ്പുമായിരുന്നു ആൾക്കാര്. മനസ്സിലായോ? കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തിലൊക്കെ പോയിട്ടൊന്ന് ഇന്ത്യ എന്ന് പറഞ്ഞു നോക്കുക, അപ്പൊ അറിയാം കാർക്കിച്ച് തുപ്പുമായിരുന്നു. അവന്മാർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, വിലയില്ല. ഇന്ത്യയെ പാവപ്പെട്ട ആഫ്രിക്കൻ കൺട്രികളുടെ വേറൊരു വെർഷനായിട്ട് വെച്ചിരിക്കുമായിരുന്നു. കാരണം എന്തുകൊണ്ടാ? വലിയ വലിയ രാജ്യങ്ങളിലെ പുറത്തുള്ള റിപ്പോർട്ടർമാർക്കെല്ലാം ഇവിടെ അവസരങ്ങൾ കൊടുക്കുകയല്ലേ. നിങ്ങൾ പോയി ചേരികൾ മാത്രം വീഡിയോ എടുത്ത് അങ്ങ് കാണിച്ചു കൊടുത്താൽ മതി. നാട്ടിൽ മുഴുവൻ ചേരികൾ മാത്രം തിരഞ്ഞു പോയി കാണിക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റു മാധ്യമങ്ങൾക്ക് അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ എന്തുവാ, കണ്ടവന്മാരെല്ലാം കയറി ഇറങ്ങി ചേരികൾ മാത്രം എടുത്തുകൊണ്ട് പോയിട്ട് ഇന്ത്യയെ ഒരു പൂവർ കൺട്രിയാക്കി മാറ്റി. വെറും ഒരു എന്താ പറയുന്ന ചേരി രാജ്യമാക്കി ഇന്ത്യയെ മറ്റുള്ള മുമ്പിൽ കാണിച്ചു. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ചങ്കുറപ്പുള്ള ഒരു പ്രധാനമന്ത്രി വന്നതിന് ശേഷമാണ് ഇന്ത്യക്ക് ഇന്ത്യയുടേതായ വിലയും നിലയും ഉണ്ടായത്. നമ്മളിപ്പോൾ ഇന്ത്യക്കാരെന്ന് പറയാൻ അഭിമാനം കൊള്ളുകയാണ്. ഒരു രാജ്യത്ത് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ആ രാജ്യത്തിൽ നമുക്കൊരു വിലയുണ്ട്, നിലയുണ്ട് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ. മനസ്സിലായോ? ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോലും വിലയും നിലയുവാ. ഗൾഫ് രാജ്യങ്ങളിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രി മറ്റ് രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന ഒരു കൂടിക്കാഴ്ചയും ആ സംസാരത്തിന്റെ ചാതുര്യവും ആ ഒരു എടുപ്പും, ഇങ്ങനെയൊക്കെ പ്രധാനമന്ത്രിമാരെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അല്ലാതെ പപ്പുമോനെ പോലെ കുറെ എന്താ പറയുന്നത് പൊട്ടത്തരവും പറഞ്ഞു നടക്കുന്നമാരൊന്നും പ്രധാനമന്ത്രിയായിട്ട് കാര്യമില്ല, നാടിന് ഗുണം ചെയ്യത്തില്ല. ഇപ്പോഴും തന്റെ ഇടമുള്ളൊരു കോൺഗ്രസ് പാർട്ടിയിൽ തന്റെ ഇടമുള്ളൊരു നേതാവുണ്ടോ? പപ്പുമോനെയും അമ്മയും മോനെയും പേടിയാ, ഇറ്റലിക്കാരെയും മോനെയും പേടിയാ. ഇറ്റലിക്കാരെയും മോനെയും പേടിയാ ആർക്ക്? കോൺഗ്രസ്സുകാർക്ക്. അങ്ങനത്തെ ഒരു കുടുംബ പാർട്ടിക്കാ വോട്ടിട്ട് തള്ളാൻ വേണ്ടി ക്രിസ്ത്യാനികൾ ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരം വേണ്ടേ ക്രിസ്ത്യാനിയെ? വിവരം വേണ്ടേ? അല്പമെങ്കിലും മാറി ചിന്തിക്ക്. തലച്ചോറ് വെച്ച് കണ്ണൻ നായർ, തീർച്ചയായിട്ടും പ്രിയ സഹോദര, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടിരുന്നത് മാറി ചിന്തിച്ചാൽ, നമ്മൾ ബുദ്ധിയുള്ളവരായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, BJPക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും വോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് കുടുംബാധിപത്യം കൊണ്ട് നടക്കുന്നവരാ. അവരുടെ കുടുംബത്തിലുള്ളവർക്കല്ലാതെ വേറൊരാൾക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ? പപ്പുമോനെ അല്ലാണ്ട് വേറൊരാൾക്ക് പ്രധാനം. ഈ കോൺഗ്രസ് പാർട്ടി ഇന്ത്യക്കകത്ത് മൊത്തം ഭരണം പിടിച്ചെടുത്തു വെച്ചേ, പപ്പുമോനെ അല്ലാതെ വേറൊരാളെ പ്രധാനമന്ത്രിയാക്കാൻ ചിന്തിക്കാൻ പറ്റുമോ അവർക്ക്? ജിൻസി എം പോള് മോളെ വന്നിട്ടുണ്ട്. ഒരു ഊള അടിമക്കണ്ണൻ. മോളെ, ഇന്നലെ പൊട്ടി മുളച്ചതല്ല ഇന്ത്യ, നരേന്ദ്രമോദി ഉണ്ടാക്കിയതല്ല. എടാ വിവരം കെട്ടവനെ, ഇന്ത്യ ഇന്നലെയും പൊട്ടിച്ചു മുളച്ചിട്ടില്ല, നരേന്ദ്രമോദി ഉണ്ടാക്കിയതുമല്ല. പക്ഷെ ഇന്ത്യയുടെ വില ഉയർത്തിയത് നരേന്ദ്രമോദിയാ. എടാ വിവരം കെട്ടവനെ, ജിൻസി പോളെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു വില ഉണ്ടായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ വന്നതിന് ശേഷമാണ്. അത് മുമ്പ് വരെയും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലത്തെ ഒരു രാജ്യം മാത്രമായിരുന്നു. കേവലം ഭിക്ഷക്കാര രാജ്യമായിരുന്നു, ചേരികളുടെ രാജ്യമായിരുന്നു, അരക്ഷിതത്വമുള്ള രാജ്യമായിരുന്നു, പിന്നെ ബോംബ് സ്ഫോടനങ്ങളുടെ രാജ്യമായിരുന്നു, തീവ്രവാദത്തിന്റെ രാജ്യമായിരുന്നു ഇന്ത്യ. അതെല്ലാം മാറിയത് നരേന്ദ്രമോദി എന്ന മനുഷ്യൻ വന്നതിന് ശേഷമാണ്. മനസ്സിലായോ? ഇന്ത്യയാക്കി മാറ്റി. പണ്ട് ഇന്ത്യയെ നോക്കുമ്പോഴത്തേക്കും തീവ്രവാദമാ. ബോംബെക്കകത്ത് എപ്പോഴാ ഹോട്ടലുകളിൽ ബോംബ് വീഴുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. കോൺഗ്രസ് ഭരിച്ചതിന്റെ ഗുണമാണേ.
ഏത് സമയത്താ ബോംബ് വീഴുന്നതെന്ന് അറിയാം. കാർഗിലിലൊക്കെ എപ്പോഴാ യുദ്ധം എന്നറിയാൻ പറ്റത്തില്ല. തീവ്രവാദികൾ ഏത് സമയത്താ നുഴഞ്ഞു കയറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. റെയിൽവേ സ്റ്റേഷനിൽ സമാധാനത്തോട് കൂടി പോയി നിന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിൻ കയറാൻ പറ്റത്തില്ല. കാരണം എപ്പോഴാ വന്ന് കസബ് വന്നിട്ട് ടുട്ടു വെടിവെച്ച് എല്ലായിടത്തും വീഴ്ത്തുമെന്നും പറയാൻ പറ്റത്തില്ല. ആ അവസ്ഥയിലിരുന്ന് ഇന്ത്യയാ. അവിടെ ഇവിടെ എല്ലാം തീവ്രവാദ സ്ഫോടനങ്ങൾ, അവിടെ സ്ഫോടനം, ഇവിടെ സ്ഫോടനം, ഇവിടെ. ഇന്ന് തീവ്രവാദികളുടെ മുട്ടുകാലിങ്ങനെ ആടും, കട്ടക്കട്ടന്ന്. ഇന്ന് തീവ്രവാദവുമായിട്ട് എഴുന്നേക്കാൻ ഒരുത്തിന് മുട്ടുകാല് വിറയ്ക്കും. തീവ്രവാദം എന്ന് വായിലെടുക്കാൻ തന്നെ പേടിയാ ഒരുത്തിന്. മനസ്സിലായോ? അങ്ങനെ കോൺഗ്രസ് അന്നേ ഭരിച്ചിരുന്നത് പോലെ പിന്നെയും ഭരിച്ചിരുന്നെങ്കിൽ തീവ്രവാദികൾ ഇപ്പൊ പതുങ്ങിക്കിടക്കുവാ. നിങ്ങളുടെ ചുറ്റും തീവ്രവാദികൾ ഇപ്പോഴും ഉണ്ട്. അവരൊന്നും ചത്തൊന്നും തൊലഞ്ഞൊന്നും പോയിട്ടില്ല. ഇന്ത്യക്കകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്നത് കൊണ്ട് തീവ്രവാദികൾ ചത്തൊന്നും തൊലഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. തീവ്രവാദികൾ ഇപ്പോഴും ഉണ്ട്. മനസ്സിലായോ? തീവ്രവാദികൾ ഇപ്പോഴും പതുങ്ങി ചുരുങ്ങി ഉറങ്ങിക്കിടക്കുകയാ. എന്തുകൊണ്ടെന്നറിയാമോ? നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പൊ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് തീവ്രവാദികളുടെ മുട്ടുകാല് പടയ്ക്കുന്നത്. പണ്ട് എന്നെ എന്ന് പറഞ്ഞാൽ ഒരുത്തനും പേടിയില്ലായിരുന്നു. പിന്നെ കോൺഗ്രസിന്റെ അണ്ടറിന്റെ കീഴിലൊക്കെ ആയിരുന്നു, ഭരണത്തിന്റെ കീഴിലൊക്കെ തന്നെയായിരുന്നു ഈ നിയമ സംവിധാനങ്ങളൊക്കെ. പക്ഷെ എന്നെ ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, ആർക്ക് പേടി? പക്ഷെ ഇന്ന് എന്നെ എന്ന് കേട്ട് കഴിഞ്ഞാൽ മൂത്രമൊഴിക്കും. PFA അരിയും മലരും വാങ്ങിച്ചു വീട്ടിൽ കാത്തു വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ചു വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്ന് പറഞ്ഞ് വിളിച്ചു കൂവി. ഓർക്കുന്നുണ്ടോ? PFI ഇവിടെ അങ്ങ് വളരുകയാ. മനസ്സിലായോ? ഇവിടെ അങ്ങ് വളരുന്നങ്ങ് അരിയും മലരും വാങ്ങിച്ചു വെക്കാൻ പറയുക നമ്മളോടൊക്കെ. കാരണം നിന്റെയൊക്കെ കാലന്മാരാ. ഞങ്ങൾ PFA ഒന്ന് എഴുന്നേറ്റ് കയറട്ടെ. അപ്പം ഇന്ത്യ മഹാരാജ്യം പറഞ്ഞു, അവന്മാരോടൊക്കെ പറഞ്ഞു, ആരാ കാലന്മാരെന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഭാവി പ്രധാനമന്ത്രി 2047 ഭാവി പ്രധാനമന്ത്രി ഇപ്പൊ കിടക്കുക. അവിടെ പോയി ഉണ്ട നിന്നോട്ട്, മാമാ കുണ്ടിക്കുൾ 2 കുണ്ടു മാമ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ഭാവി പ്രധാനമന്ത്രി, ഇന്ത്യയിലെ ഭാവി പ്രധാനമന്ത്രി ഇപ്പം തീഹാർ ജയിലിൽ ഇപ്പൊ ഉണ്ട നിന്ന് കിടക്കുക. അരിയും മലരും വാങ്ങിച്ചു വയ്ക്കാൻ നമ്മളോട് പറഞ്ഞതാ. തിരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ നിയമ സംവിധാനവും എന്നെയൊക്കെ ശക്തവും കരുത്തവും ആയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ വായ്മൊഴിയുന്നവന്മാരുടെ അടുത്ത് പറയുന്നത്, എന്ത് നല്ല വായി. എന്നാ ഇങ്ങോട്ട് വാ. വത്സ വർഗീസ്, പോടി വിവരം കെട്ടവളെ. BJP വന്നാൽ ക്രിസ്ത്യൻസ് ഇല്ലാതാകും. അവർ വന്നാലേ ബൈബിൾ പറയുന്നത് നിറവേറത്തുള്ളൂ. അവർ വന്നാലേ ബൈബിളിൽ പറയുന്നത് നിറവേറത്തുള്ളൂ. BJP വന്നാൽ ക്രിസ്ത്യൻസ് ഇല്ലാതെയാകും. അവർ വന്നാലേ ബൈബിളിൽ പറയുന്നത് നിറവേറത്തുള്ളൂ. ദേ വന്ന അടുത്ത ഒരു പൊട്ടത്തി. വത്സല വർഗീസ്, ഇതൊക്കെ ബൈബിൾ വായിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇതിന്റെയൊക്കെ തലച്ചോറിനകത്തൊരു ഓളവുമില്ലേ ഇതൊക്കെ? ബൈബിൾ വായിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണോ? BJP വന്നാൽ ഇപ്പൊ BJP 10 വർഷം കൊണ്ട് BJP അല്ലേ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. BJP വന്നാൽ ഇല്ലാതെയാകാനായിട്ട് വിവരദോഷികളെ. കുറെ നാളുകൊണ്ട് ഈ ക്യാപ്സൂളും കൊണ്ട് ഇറങ്ങി നടക്കുവാണല്ലോ. കോയമാരുടെ ക്യാപ്സൂൾ വേറെയാ. കോയമാരുടെ ക്യാപ്സൂൾ എന്ന് പറയുന്നത് BJP വന്നു കഴിഞ്ഞാൽ ഇസ്ലാം മതമില്ലാതെയാക്കുമെന്ന്. ക്രിസ്ത്യാനികളുടെ ക്യാപ്സൂൾ എന്ന് പറയുന്നത് BJP വന്നാൽ ക്രിസ്ത്യാനി ഇല്ല. ഇവിടെ BJP വന്നിട്ട് ക്രിസ്ത്യാനിയും ഹിന്ദുവൊക്കെ മുസ്ലിങ്ങളും ഒക്കെ ചത്തൊടുങ്ങിയിരിക്കുകയല്ലേ. മുസ്ലിങ്ങളെ മുഴുവനും പാകിസ്ഥാനിലും അയച്ചു വിട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ മുഴുവനും UK നാട് കടത്തിയിട്ടുണ്ട് 10 വർഷമായിട്ട്. എത്ര പേര് നാട് കടത്തി? വത്സ, ക്രിസ്ത്യാനി എത്ര പേര് നാട് കടത്തി? ഇന്ത്യയിൽ വന്ന് ക്രിസ്ത്യാനികൾ ഇല്ലാതാക്കി. ഇപ്പൊ ക്രിസ്ത്യാനികളെല്ലാം തീർന്നു. കുറേശ്ശെ കുറഞ്ഞു ഇപ്പൊ എല്ലാ ക്രിസ്ത്യാനികളും ഇംഗ്ലണ്ടിൽ പോയി കിടക്കുക. ഇവിടുന്ന് വിവരദോഷികളെ പറഞ്ഞിട്ട് കാര്യമില്ല. നീയൊക്കെ വായിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മദ്രസ പൊട്ടന്റെ കൊതമതന്റെ പുസ്തകമാണോ വായിക്കുന്നത്, ബൈബിളാണോ വായിക്കുന്നത് എനിക്കറിയത്തില്ല. ബൈബിളിൽ പറയുന്നത് നിവൃത്തിയുള്ളൂ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു BJP വന്നു കഴിഞ്ഞാൽ ലോകം അവസാനിക്കുന്നു പറഞ്ഞ് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ബൈബിളിൽ പറയാൻ നിവൃത്തി വരാനായിട്ട് ഞാൻ അറിയാണ്ട് ചോദിക്കുക. ബൈബിളിൽ പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ടോ
BJP വന്നു കഴിഞ്ഞാൽ എന്തുവാ ലോകമില്ലാതെയാകും, അതുകൊണ്ട് BJP വന്നാൽ ക്രിസ്ത്യാനികൾ മുഴുവൻ ചത്തൊടുങ്ങും എന്ന് പറഞ്ഞ് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ബൈബിളിൽ പറയുന്നതില്ല നിവൃത്തിയാകൂ എന്ന് പറയാനായിട്ട്. പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ബൈബിളിൽ എന്താണ് BJPയുടെ കഥ എഴുതി വെച്ചണക്കാ തള്ളി മറയ്ക്കുന്നത്. നിവൃത്തിയാകും പോലും. ഇനിയെങ്കിലും ബുദ്ധിയുള്ളവരായിട്ട് ചിന്തിക്കാൻ പഠിക്കും. ബുദ്ധിയുള്ളവരാകുക. സമൂഹത്തിൽ എന്താ നന്മ? സമൂഹത്തിൽ നിങ്ങളെ കൊണ്ട് ഒരു നന്മയും ഉണ്ടാകുന്നില്ല. ഒരു വോട്ടിനെങ്കിലും ഒരു നന്മ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ടെങ്കിലും ഒരു നന്മ ഉണ്ടാകട്ടെ. ഈ പ്രാവശ്യം കൊണ്ടുപോയി BJPക്ക് വോട്ടിട്ട് കൊടുക്ക്. നല്ല നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തി വെച്ചിരിക്കുന്നത്. പാലയിൽ നോക്ക്, 2 സിംഹങ്ങളാണ് അവിടെ കിടക്കുന്നത്. പൂനാറിലൊരു സിംഹമുണ്ട്, ഷോൺ ജോർജ് എന്ന് പറയുന്ന നല്ല യുവ നേതാവാ. തിരുവല്ലക്കാരെ പൊട്ടന്മാരാകാതെ, ക്രിസ്ത്യാനിയെ ഊളകളാകാതെ തിരുവല്ലയിൽ BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റാ. ഒരു യൗവനക്കാരനാ നിർത്തിയിരിക്കുന്നത്. തിരുവല്ല ജനതയ്ക്ക് ഗുണം ചെയ്യും, ഭാവിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുള്ള വളരെ വളരെ നല്ല കാഴ്ചപ്പാടുള്ള ഒരു ഭാവിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു നേതാവിനെയാ തിരുവല്ലയിൽ നിർത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാൻഡിഡേറ്റന്മാരെ കണ്ടെത്തിയാൽ നിങ്ങൾ ആളുകളെ നോക്കിയെങ്കിലും വോട്ടിട്. നിങ്ങൾ രാഷ്ട്രീയം വിട്, അവരെങ്കിലും മനുഷ്യരെങ്കിലും നോക്കി വോട്ടിട്. കാരണം നിങ്ങൾക്ക് ഗുണം ചെയ്യും, നിങ്ങളുടെ സമൂഹത്തിന്, നിങ്ങളുടെ തലമുറയ്ക്ക്, നിങ്ങളുടെ ദേശത്തിനൊരു ഗുണം ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവന്മാരെ ഭരണം നോക്കി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്ന് പറഞ്ഞ് നീയൊക്കെ വോട്ടിട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നിന്റെയൊക്കെ എന്തുവാ കിട്ടുന്ന ഇത് മുഴുവനും തന്റെ പാർട്ടിയും മറ്റതുമായിട്ട് അടിച്ചെടുത്തോണ്ട് പോകും. ആ ഷോൺ ജോർജ് എത്ര നല്ലൊരു കാൻഡിഡേറ്റ് എന്നറിയാമോ? പാലക്കാർക്കിട്ട് അഭിമാനമാ ഷോൺ ജോർജിനെ ജയിപ്പിച്ചു വിട്ടാൽ. പാലക്കാർക്ക് അഭിമാനമാ ഷോൺ ജോർജ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം കഴിവും പ്രാപ്തിയും ഉള്ളൊരു കാൻഡിഡേറ്റ് ആണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകള് നടത്തിയ കൊള്ളയും കള്ളത്തരവും ഒക്കെ പുറത്തു കൊണ്ടുവന്ന ഒരു നല്ലൊരു മനുഷ്യനാ ഷോൺ ജോർജ്. അത്രയ്ക്ക് ചങ്കൂറ്റമുള്ള, ഇരട്ടച്ചങ്ങനും പരട്ടച്ചങ്ങനും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. പരട്ടച്ചങ്ങന്റെ മോളിനെ ഇത്താന്ന് പറഞ്ഞ് വെള്ളം കുടിപ്പിച്ച ആളാ ഷോൺ ജോർജ്. അപ്പൊ ഇങ്ങനെയൊക്കെ കഴിവുള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പൂനാറില് കൂട്ടത്തോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം BC ജോർജിനെ തോൽപ്പിച്ചു വിട്ടതാരാ? സുഡാപ്പികളെല്ലാം കൂടി ഒരുമിച്ചാ. അല്ലെങ്കിൽ വർഷാവർഷമായിട്ട് പൂനാറിൽ ജയിച്ചോടുന്ന മനുഷ്യനാ BC ജോർജ്. സത്യം മുഖത്ത് നോക്കി ആരാണെങ്കിലും പറയും. തെമ്മാടിത്തരമാണ് കാണിക്കുന്നതെങ്കിൽ അതങ്ങനെ വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അനിവാര്യമാണ്. സത്യം മുഖത്ത് നോക്കി പറയാൻ ആളുകൾ ഉണ്ടായിരിക്കണം. എന്റെ ഫോണിലെ ചാർജ് തീരാൻ പോകുന്നു. മനസ്സിലായോ? ഇത് UP അല്ല ചേച്ചി, കേരളമാണ്. അതേ, കേരളമായതുകൊണ്ടാ പറയുന്നത്. കേരളമായതുകൊണ്ടാ ഹംസ ഓട്ടുപുറം, അതുകൊണ്ടാ പറയുന്നത്. കേരളമായതുകൊണ്ടാണ് പറയുന്നത്. UP അല്ല, കേരളം തന്നെയാണ്. പറഞ്ഞ മനസ്സിലായോ? സുനിമോൾ P സുനിമോള് ബൈബിൾ ഉപേക്ഷിച്ച് ബൈബിൾ പ്രസംഗം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ കയറിയോ? അയ്യോ കഷ്ടം. കുണുവാവ ഒന്നും അറിയത്തില്ല കുണുവാവയ്ക്ക്. ബൈബിൾ പറയുന്നവർക്ക് ആർക്കും രാഷ്ട്രീയം പറയാൻ പറ്റില്ല. നാടിന്റെ നന്മയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിവരദോഷിയെ. സുനിമോൾ പി ഞാൻ രാഷ്ട്രീയം പറയൂല, നാടിന്റെ നന്മയെക്കുറിച്ച് പറയുക. നിനക്കൊക്കെ കൂടി ചേർത്തിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ പറയുന്നവർ ബാക്കിയുള്ള നന്മയൊന്നും പറയാൻ പാടില്ലെന്നാണോ പറയുന്നത്? ബൈബിൾ പറയുന്നവർ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല. ബൈബിൾ പറയുന്നവർ ബൈബിൾ വിറ്റ് കാശാക്കി സ്വന്തം പോഷയും പോക്കറ്റ് കാലിയാക്കി കീശ വീർപ്പിച്ചോണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മുടെ പുരോഹിതന്മാരും പാച്ചർമാരും എല്ലാം ബൈബിൾ വിറ്റ് കാശാക്കി കീശ വീർപ്പിക്കുന്നത്. മറ്റുള്ളവർ നന്നായാൽ എന്താ, നശിച്ചാൽ എന്താ, നമുക്കൊരു പ്രശ്നവുമില്ലല്ലോ. ബൈബിൾ വിറ്റ് പ്രസംഗിച്ച് നടക്കുന്ന പാച്ചർമാർക്കും പുരോഹിതന്മാർക്കും മറ്റുള്ളവന്റെ കീശയിൽ നിന്നും പോക്കറ്റിൽ നിന്നും കാശടിച്ചു മാറ്റി സ്വന്തം ഖജനാവും കാലിയാക്കി സ്വന്തം വീടും വസ്തുവും ഒക്കെ വികസിപ്പിച്ചെടുത്തോണ്ട് പോകണമെന്നല്ലാണ്ട് മറ്റുള്ളവൻ നശിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ അവർക്ക് വല്ലതും? അങ്ങനെയാണല്ലേ? ബൈബിൾ പ്രസംഗം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ കയറിയോ? ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, വിവരദോഷിയെ. ഇനിയെങ്കിലും മനസ്സിലാക്ക്. നിന്റെയൊക്കെ നന്മയ്ക്ക് വേണ്ടി, നിന്റെയൊക്കെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ആശ റോബി, ഒരു മിനിറ്റ്. ആശ റോബി, ആദ്യം ആശ റോബി പ്രൊഫൈല് ഒറിജിനലാണോ എന്ന് കണ്ടുപിടിക്കണമല്ലോ, എന്നിട്ടല്ലേ ബാക്കിയുള്ളത്.
ആശാ റോബി ചേച്ചി ബങ്കറിലാണോ? എന്ത് നിനക്ക് ചോറി കടിക്കുന്നോ? അല്ല, എന്നെ കണ്ടപ്പോ നിനക്ക് കടിവലം ഇതായിട്ടിരിക്കുവാണോ, മൂത്തിരിക്കുവാണോ? ഏടി വിവരദോഷി, ഞാൻ അറിയാണ്ട് ചോദിക്കുക. അല്ല, നിനക്ക് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത. നീ ബംഗറിലോ വേറെ വല്ലവന്റെ വേറെ സ്ഥലത്തോ പോയി കയറിയിരുന്നു, എനിക്ക് പ്രശ്നമേ ഇല്ല. അല്ല, നിന്റെയൊക്കെ കടിക്ക് നിനക്കൊക്കെ എന്തിന്റെ കടിയാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത. ഇതാ കടിമൂത്ത സാധനം. അവൾ എവിടെയോ ബംഗറിൽ കയറി അവൾ കയറി ഇരിക്കുവാണെന്ന്. അതിന് ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? ആരെങ്കിലും വരണോ നിന്നെ തിരക്കി ബംഗറിനകത്തോട്ട്? ബംഗറിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? 4 പേരെ പറഞ്ഞു വിടണമെന്നാണോ നിന്റെ ആഗ്രഹം? വൃത്തികെട്ട ജന്മങ്ങള്. അങ്ങ് ഇറങ്ങിയിരിക്കുക. ബാക്കിയുള്ളവർ ഇസ്രായേലിൽ താമസിക്കുന്നവർ മുഴുവനും ബംഗറിൽ കയറി ഇരിക്കുവാണോ? വൃത്തികെട്ട ജന്മങ്ങളെ. തോന്നിവാസം പറയുന്നത്. നാടിനകത്ത് മുഴുവനും എന്തുവാ വല്ല വൃത്തികെട്ടവന്മാരും ചമച്ചു വിടുന്ന വീഡിയോയും മറ്റു വീഡിയോകളൊക്കെ കണ്ടിരുന്ന് അത് കണ്ട് രസവും ആർത്തിയും മൂത്തിരിക്കുന്ന സാധനം. ഇസ്രായേൽ എപ്പം നശിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുവാ ചിന്തിച്ചിരിക്കുന്ന കുറെ വൃത്തികെട്ടവന്മാരുടെ കൂടെ കയറി കിടന്ന് ഉറങ്ങി കൊതവും വീർപ്പിച്ച് കിടക്കുന്നവന്മാരാ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ബംഗറിലല്ല, നിന്റെ കൊതത്തിലാണ് കയറിയിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? നായിന്റെ മോളെ, ചുമ്മാ കയറി അങ്ങ് തോന്നിവാസം അങ്ങ് പറയുക. നീ ഒറിജിനൽ ആയതുകൊണ്ടാ ഇപ്പൊ തന്നത് നിനക്ക്. നീ ഫേക്ക് ആയിരുന്നെങ്കിൽ ഇതുപോലെ തരത്തില്ലായിരുന്നു. പറഞ്ഞ മനസ്സിലായോ? നിന്റെ കൊത ഇപ്പൊ വിശാലമാകത്തില്ലായിരുന്നു. നീ ഒറിജിനൽ അല്ല ആയതുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്തത്? അവക്ക് കൊതം വീർപ്പിക്കാൻ വേണ്ടിയിട്ട്, അവളിപ്പോ ബംഗറില്ല, അതുകൊണ്ട് കൊതം വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കിട്ടുമോന്നാ ചോദിക്കുന്നത്. മനസ്സിലായോ? അവളിപ്പോ ബംഗറിലായതുകൊണ്ട് ആരെയും കിട്ടുന്നില്ല, അതുകൊണ്ട് എന്റെ കൊതം ഒന്ന് വീർപ്പിച്ച് തരാനായിട്ട് റീന ചേച്ചി കോയമാരോട് പറയുമോ, ഞാനൊന്ന് ബംഗറില്ല, അതുകൊണ്ട് എന്റെ കൊതം വീർപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ പറഞ്ഞു വിടാമോന്ന്. പറഞ്ഞ മനസ്സിലായോ? ഒറിജിനലാണെന്ന് സ്വയം അങ്ങ് വന്ന് അഭിമാനം കൊള്ളുന്നുണ്ടല്ലേ? അയ്യൂബ് റഹ്മാന് തൂറാമുട്ടിയ ഫേസ് ആണ്. പിന്നെ കൊതമതിന് തൂറാമുട്ടി തൂറി കൊതമത് കോയ തൂറി ഇട്ടാ പിന്നെ തൂറാമുട്ടിയ ഫേസ് അല്ലാതെ പിന്നെ ഏത് പ്രൈസാ വരുന്നത്? കൊതമത് കോയ അയ്യൂബ് റഹ്മാനെ. കൊതമത് കോയ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ കൂറികളെല്ലാം കൈകൊട്ടിപ്പാടി കോയാ മുക്കിത്തൂറ് 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 കോയാ മുക്കിത്തൂറ് 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 മുക്കിത്തൂറ്. അങ്ങനെ മുക്കിത്തൂറുമ്പോ പിന്നെ തൂറാമുട്ടിയ ഫേസ് അല്ലാതെ പിന്നെ മുക്കിത്തൂറാൻ പറ്റുമോ കൊതമതിന്? ഞാൻ അറിയാണ്ട് ചോദിക്കുക അയ്യൂബേ. സത്യമല്ലേ? അയ്യൂബ് റഹ്മാൻ പറഞ്ഞത് സത്യമാണ്. കൊതമതിന് തൂറാമുട്ടിയ ഫേസ് തന്നെയാണ്. അത് കണ്ടിട്ടില്ലേ? ആ ഫേസ് തൂറാമുട്ടിയ ഫേസ് വരച്ച് ഫ്രാൻസിൽ ഒരാൾ വരച്ചത് കൊണ്ടാണ് ഈ തൂറാമുട്ടിയ ഫേസ് കണ്ടതുകൊണ്ട് മനസ്സിലായോ? ആ തൂറാമുട്ടിയ ഫേസ് കണ്ടതുകൊണ്ട് എന്ത് ചെയ്തത്? കൊതമത് കോയയെ എന്തുവാ നാട്ടുകാർ തൂറാമുട്ടിയ ഫേസ് കണ്ടാലോ എന്ന് പേടിച്ചിട്ട് ആ വരച്ചവന്റെ തല അറുത്ത് മാറ്റിയത്. മനസ്സിലായോ? ആ തൂറാമുട്ടിയ ഫേസ് ആ തൂറാമുട്ടിയ ഫേസ് വരച്ചത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത്? അവന്റെ എന്തുവാ അയ്യൂബ് റഹ്മാൻ, അവന്റെ ഫേസ് പന്നി തൂറിക്കൊടുത്ത ഫേസാ. ഇതാണ് അയ്യൂബ് റഹ്മാൻ. തൂറിയപ്പോ കണ്ണാടിയിട്ട് തൂറിയതാ. അതുകൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ. ഒരു പന്നി കയറി വായിക്കകത്ത് മോന്തയ്ക്കകത്ത് കയറി തൂറിക്കൊടുത്തതാ. അപ്പൊ കണ്ണാടി ഇട്ടാ തൂറാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ കണ്ണാടി മാറ്റിക്കഴിഞ്ഞാൽ കോലം കുത്തും. തൂറാമുട്ടിയ ഫേസ് കൃത്യമായിട്ട് കണ്ടാലോ? വിമ്മിഷ്ടപ്പെട്ടിരിക്കുക തൂറാമുട്ടി.
എത്ര കൃത്യമായിട്ടാടാ പറയുന്നത് നീയൊക്കെ. കണ്ടാലേ അറിയാം, പേടിച്ച് വിറച്ച് തൂറാമുട്ടി അയ്യൂബ് റഹ്മാൻ ഇങ്ങനെ എന്തുവാ കണ്ണാടിയിട്ട് പേടിയെ മറയ്ക്കാൻ വേണ്ടിട്ട്. റിയാസ് കൂപ്പുലിക്കൽ, നിനക്ക് മരിച്ചു പോകണ്ടേ? മരിച്ചു പോകണമല്ലോ. എന്താ മരിക്കണ്ടേ? ജീവിച്ചിരിക്കണോ? ജീവിച്ചിരിക്കാം. എന്താ ഇപ്പൊ വേണ്ടത്? എന്തോ വലിയൊരു സാധനം നടക്കണല്ലോ. നിനക്ക് മരിച്ചു പോകണ്ടേ? മരിച്ചു പോകണം, വേണം. എന്തു വേണം? ഇറാന്റെ അടുത്ത് വല്ല മിസൈലും പറഞ്ഞു വിട്ട് തരാൻ വല്ല താല്പര്യമുണ്ടോ? ഇറാനോട് പറഞ്ഞു വല്ല മിസൈലും തരാൻ വല്ല താല്പര്യമുണ്ടോ? അതുകൊണ്ടാണോ മരിച്ചു പോകണ്ടേന്ന് ചോദിച്ചത്? എന്തു വലിയ സമ്മാനം കയ്യിൽ തരാൻ പോകുന്നതാണൊക്കെ ചോദിക്കുന്നത്, മരിച്ചു പോകണ്ടേന്ന്. എടാ പോടാ വിവരദർശികളെ. അടുത്ത ഏവനാ ചുമ്മാ ഇരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ പാട് നോക്കി ആ മനുഷ്യന് വീട്ടിൽ ഇരിക്കുക. അപ്പോഴേക്കും കുറെ സുഡാപ്പികളുടെ കണ്ണുനീരും കഴുതക്കാരൻ കാമം കരഞ്ഞു തീർക്കും എന്ന് പറഞ്ഞ കണക്ക് കുറെ സുഡാപ്പികള് തങ്ങളുടെ കഴുത കാമം കരഞ്ഞങ്ങ് തീർക്കുക. അതിന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊല്ലണം, അതിന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിടിച്ച് ബങ്കറിലിടണം, പിന്നെ ഇസ്രായേലിന്റെ മൊട്ടാകെ പിടിച്ച് ബങ്കറിലിടണം, പിന്നെ റീന ചേച്ചിയെ ബങ്കറിലിടണം. ഇങ്ങനെയൊക്കെ ഇട്ട് ആശ്വാസം കണ്ടെത്തിയാൽ ഇവർക്ക് അതിനിടയിൽ വേറൊരു രസം വെച്ചാൽ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. എന്തുവാ ഇസ്രായേൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇസ്രായേലിൽ അതൊക്കെ സംഭവിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. ഇത് റീന കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്, ഫേക്ക് വീഡിയോ ഉണ്ടാക്കി. അതൊക്കെ പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്ന ഒരുതരം സൈക്കോകള്. റീന കരയുന്ന വീഡിയോ, ഇസ്രായേൽ നശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റീന കരയുന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കി അതിൽ ആശ്വാസം കണ്ടെത്തുന്ന കുറെ ഫേക്ക് എന്തുവാ അതിലും ആശ്വാസം കണ്ടെത്തുന്ന ഒരു കുറെ സാധനങ്ങള്. ഏത് സാധനങ്ങളാണ് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞ് മനസ്സിലാകുന്നില്ല. ഞാൻ അറിയാണ്ട് ചോദിക്കുക, നീയൊക്കെ ഏത് വർഗത്തിൽപ്പെട്ടതാ? ഇങ്ങനെയും കഴുത കാമം കരഞ്ഞു തീർക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ കരഞ്ഞു തീർക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ കരഞ്ഞു തീർക്കരുത്. നിങ്ങൾ കുറച്ച് കൂടിപ്പോയി നിങ്ങളുടെ കരച്ചില്. ചുമ്മാ ഇരിക്കുന്ന മനുഷ്യനെ കൊന്നു ആശ്വാസം കണ്ടെത്തുന്നവര്, ചുമ്മാ ഇരിക്കുന്ന ഇസ്രായേലിനെ 12,000 കെട്ടിടങ്ങൾ തകർന്നു, അത് തകർന്നു, ഇസ്രായേൽ മുടിയാൻ പോകുന്നു. സമ്മതിച്ച് ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ വാതി പൊളിക്കും, അത് ഉറപ്പാ. അതുകൊണ്ട് സൂക്ഷിച്ച. ഇലക്ഷൻ പറഞ്ഞല്ലോ, സുധീഷെ, ഞാൻ ഇലക്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ബുദ്ധിയും ബോധവും ഉള്ളവർ ഈ പ്രാവശ്യമെങ്കിലും ബുദ്ധിയും ബോധവും മുടിച്ച് വോട്ടിട്ട് കൊടുക്കും. അതിലേ എത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അടികൊണ്ട് ചാകും. നിങ്ങൾ ക്രിസ്ത്യാനികളെ നോക്കണ്ട, ഹിന്ദുക്കളെ ഞാൻ നിങ്ങളോട് പറയുക. ക്രിസ്ത്യാനി എന്ന വർഗത്തെ നിങ്ങൾ ചിന്തിക്കേ വേണ്ട. അത് ഏത് സമയം നോക്കിയാലും ചെറിയൊരു ചായ്വ് എപ്പോഴും കൊതമതിന്റെ ആൾക്കാരോട് കാണും. ക്രിസ്ത്യാനിക്ക് പറഞ്ഞ മനസ്സിലായോ? അത് എപ്പോഴും കൊതമതിന്റെ ആൾക്കാരോട് ചെറിയൊരു ചായ്വ് എപ്പം നോക്കിയാലും കാണും. നിങ്ങൾ ക്രിസ്ത്യാനികളെ നോക്കണ്ട. ക്രിസ്ത്യാനികളിൽ ബുദ്ധിയും ബോധം ഉള്ളവരുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അവരൊക്കെ നല്ല ബുദ്ധിയോടെ ചിന്തിക്കും. പക്ഷെ നിങ്ങൾ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു വീട്ടിൽ കൊതേശനും ഉണ്ടാകത്തില്ല, ഒരു പിണുങ്ങാണ്ടിയും ഉണ്ടാകത്തില്ല. മതമാണ് വിഷയം. ഇവിടെ മതമാണ് വിഷയം. അങ്ങനെ പറഞ്ഞ് ജമായത്തിനെയും സുഡാപ്പിയൊക്കെ കൂട്ടുപിടിക്കുന്ന കൊണേശന്റെ കൂടെയൊക്കെ പോയി നിങ്ങൾ വോട്ടിട്ട് കൊടുത്ത് നിങ്ങളുടെ വോട്ട് നിങ്ങൾ നശിപ്പിച്ച് നിങ്ങളുടെ ജീവിത ഭാവിയെ നശിപ്പിക്കാതിരുന്ന നിങ്ങൾക്ക് കൊള്ളാം. അതുകൊണ്ട് ബുദ്ധിയുള്ളവരാകുക കേട്ടോ. ഇനിയെങ്കിലും ആശ്വാസം കണ്ടെത്തുന്ന കോയകള്. അതാ ഞാനും ചിന്തിക്കുന്നത്. വീഡിയോക്കകത്ത് 2 കെട്ടിടം തകർന്നാൽ ആശ്വാസം കണ്ടെത്തും, അപ്പൊ തൃപ്തി, അപ്പൊ ഒരു സമാധാനം. വീഡിയോക്കകത്ത് റീന കരഞ്ഞാൽ ഒരു ആശ്വാസം, ഒരു സമാധാനം. വീഡിയോക്കകത്ത് റീന ബങ്കറിലിരിക്കുന്നത് കാണിച്ചാൽ ഒരു ആശ്വാസം, ഒരു സമാധാനം. വീഡിയോക്കകത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊന്നാൽ ഒരു സമാധാനം, ഒരു ആശ്വാസം. വീഡിയോക്കകത്ത് ബെഞ്ചമിൻ നെതന്യാഹു ഒരു 10 പ്രാവശ്യം ചത്തു കഴിഞ്ഞാൽ ഒരു ആശ്വാസം, ഒരു സമാധാനം. എന്താണ് അയ്യോ, എന്താണോ നാട്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ബുദ്ധിയുള്ളവരാകുക. ഈ പ്രാവശ്യം നിങ്ങൾ ബുദ്ധിയുള്ളവരാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടറിയാം. ഇനിയും എന്തുവാ, ഇത്രയും ദിവസമല്ലേ ഇത്രയും ദിവസം ഇനി ഇല്ലേ? ഈ ദിവസത്തിനകത്ത് അറിയാം നിങ്ങളുടെ ബുദ്ധി എവിടെ പോകുന്നു. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, നല്ല അടിപൊളിക്കാൻ ശോഭാ സുരേന്ദ്രനൊക്കെ ജയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ,
നിയമസഭ കിട്ടാന്ന് കിടക്കും ശോഭാ സുന്ദരനൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹോദരി ശോഭാ സുന്ദരന്റെ പാലക്കാട് മണ്ഡലത്തിലുള്ള സഹോദരങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്രിയ സഹോദരങ്ങളെ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിച്ചു വിടാൻ നോക്കും. നിങ്ങൾ പാലക്കാട്ടുകാർ കഴിഞ്ഞ പ്രാവശ്യം ഒരു മരവാണത്തെ ജയിപ്പിച്ചു വിട്ടു. കൂട്ടത്തോടെ വോട്ടിട്ട് ജയിപ്പിക്കുക ഒരു മരവാണത്തെ. ആരെയാ? ഒരു കോഴീനെ, മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു കോഴി. പോകുന്നവരുടെ അടുത്ത് പെണ്ണുങ്ങളെ മുഴുവനും അവന് ഭാര്യയെ കല്യാണം കഴിച്ച് ഭാര്യയുടെ കൂടെ കിടക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അവന് ഓടി നടന്ന് എന്ത് ചെയ്യണം? കണ്ടവന്റെ വീട്ടിൽ കയറിയിട്ട് കട്ട് തിന്നണം. സകല പെണ്ണുങ്ങളുടെയും വീട്ടിൽ കുടുംബ വിഷയങ്ങളിൽ തലയിടും. ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയുണ്ടായിരിക്കുന്ന വീട്ടിലൊക്കെ പോയിട്ട് ഭാര്യയ്ക്ക് ആശ്വാസം പറയും. ആശ്വാസം പറയുമ്പോൾ ആശ്വാസവുമായിട്ട് സമീപിക്കും. ഭാര്യയും വിചാരിക്കുമോ എന്നെ ആശ്വാസപ്പെടുത്താൻ വരുന്ന ഒരു ജനപ്രതിനിധി, അതുകൊണ്ട് ജനപ്രതിനിധി എന്ന് പറയുന്ന നിലയിൽ എനിക്ക് ഭയങ്കര ആശ്വാസം തരുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പറയും എന്ന് നമുക്ക് ഒരുമിച്ച് കിടക്കാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേ ഒരുമിച്ച് കിടത്തും. ഒരുമിച്ച് കിടത്തിയിട്ട് പറയും അത് ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരുടെയും സമ്മതത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഒരു കൂസലുമില്ലാതെയാ പറയുന്നത്. ഒരു ജനപ്രതിനിധിയാണ് ഒരു കൂസലുമില്ലാതെ ആദ്യ ഒരെണ്ണത്തിന്റെ കൂടെ കിടന്നപ്പോഴും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉഭയസമ്മതത്തോടെ കിടന്നുറങ്ങുമായിരുന്നു. അടുത്തതും പീഡിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഉഭയസമ്മതത്തോടെ പീഡിപ്പിക്കുമായിരുന്നു. അടുത്തടുത്തും ഉഭയസമ്മതത്തോടെ. ഇവന് എത്ര പേരുടെ ആ കാമം മൂത്ത് കിടക്കുന്നത്? ഇവനെയൊക്കെ ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാൻ കുറെ ഊളകള്. അവരുടെ കമന്റ് ബോക്സിന്റെ താഴെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? എഴുതിയിട്ടിട്ട് പറയും രാഹുൽ മാങ്കുട്ട പൊളിയാണ്, അളിയാണ്, ആണയാണ്, പൂണയാണെന്ന് പറഞ്ഞിട്ട്. അവള് കൂടെ പോയി, അവൾ കാമം മൂത്ത് ഭർത്താവിനെ കളഞ്ഞിട്ട് കൂടെ പോയി. അവള് കാമം മൂത്ത് ഭർത്താവിനെ കളഞ്ഞിട്ട് കൂടെ പോയി കിടന്ന് ഇവന് ചൊറി കടിയോ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഇവന് കടിമൂത്ത് കിടക്കുകയാണ്. ഇവൻ പിന്നെ ഇങ്ങനെ ജനപ്രതിനിധിയായത് ഇത്രയും കടിമൂത്ത് കിടക്കാനാണെങ്കിൽ കോയയുടെ തനി പാരമ്പര്യത്തിലാണല്ലോ ഇവൻ കിടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ആർക്ക് കിട്ടത്തുള്ളൂ? ഇവർക്ക് കിട്ടത്തുള്ളൂ. കോൺഗ്രസ്സുകാർക്ക് ജയിപ്പിക്കാനും. ഇത് പാലക്കാട്ടിൽ അടുത്തൊരു ജനപ്രതിനിധി വന്നിട്ടുണ്ട്. അവനും പെണ്ണിനെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായിപ്പം. ഇങ്ങനെയുള്ളവന്മാരുടെ അടുത്തൊക്കെയാണ് നാടിനെ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പെണ്ണുങ്ങൾ കണ്ടം വഴി ഓടേണ്ടി വരും നാടും ഇവിടം വിട്ട്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരാകാൻ നോക്ക്. പറഞ്ഞ മനസ്സിലായോ? പോയി ആ സമാധാനത്തോടെ സമാധാനത്തോടെ കുട്ടിച്ചോറായി പോകാതെ ജീവിക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ സമാധാനത്തോടെ നമുക്ക് ജീവിക്കണമുണ്ടെങ്കിൽ സമൂഹത്തിൽ പോയി നല്ല നല്ല കാൻഡിഡേറ്റിന് കൊണ്ട് ഈ പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ വോട്ട് കൊണ്ട് കൊടുക്കാൻ നോക്ക്. അങ്ങനെയെങ്കിലും നാട് രക്ഷപ്പെടട്ടെ. ആ ശോഭാ സുരേന്ദ്രൻ എന്നൊക്കെ പറയുന്ന തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രൻ. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ സ്റ്റാൻഡേർഡ് ഉള്ളൊരു നേതാവാ. ഇങ്ങനെയൊക്കെ ഉള്ളൊരു നേതാവിനെ ജയിപ്പിച്ചു എന്ന് പറയുന്നതിന് അഭിമാനമാ. മനസ്സിലായോ? സ്റ്റാൻഡേർഡ് ഉള്ളൊരു സന്ദീപ് വചസ്പതി നല്ലൊരു നേതാവാ. കാര്യങ്ങളെ ഗൗരവത്തോടെ ആശയം വെച്ച് സംസാരിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന കുറെ പേരെടുത്ത് നോക്കുമ്പോൾ ആർ ശ്രീലേഖ അതുകൊണ്ട് ബുദ്ധിയുള്ളവരാക്. പ്രബുദ്ധ കേരളമേ, പ്രബുദ്ധ പൊട്ടന്മാരുടെ കേരളമേ ബുദ്ധിയുള്ളവരാക്. നിങ്ങളുടെ കാൻഡിഡേറ്റിനെ നിങ്ങൾ ജയിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ എടുക്കാൻ നോക്ക് ഈ പ്രാവശ്യം. അത് നിങ്ങൾക്ക് നന്മ ഉണ്ടാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഈ സുഡാപ്പികളുടെ ഒരു രക്ഷ വേണമെങ്കിൽ, നമ്മുടെ നാട് രക്ഷ വേണമെങ്കിൽ സമാധാനത്തോടെ നമുക്കൊരു ദിവസം ഇരിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ 24 മണിക്കൂറും ഫേസ്ബുക്കിനകത്തും എല്ലാത്തിനകത്തും പോസ്റ്റർ വന്നുകൊണ്ടേയിരിക്കും. ഷേവ് കാശ, ഷേവ് പലശി, ഷേവ് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഇത് മാത്രം കേൾക്കാനേ നേരം കാണത്തുള്ളൂ. നാട്ടിലെ വിഷയവും കാര്യങ്ങളും ഒന്നും ചർച്ച ഉണ്ടാകത്തില്ല. നമ്മുടെ നാട് ഇത്ര നശിച്ച് കുട്ടിച്ചോറായി കിടക്കുകയാണ്. നാട് നശിച്ച് കിടക്കുകയാണ്. ഒരു വികസനവും നാടിനില്ല. ഇപ്പോഴും 10-25 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ പെട്ടിക്കടകൾ ആ മൂലയ്ക്കും മുക്കിലും ഒക്കെ ഇരുന്ന് അത് തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ബുദ്ധിയുള്ളവരാക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളുടെ കമന്റുകളാണ് രസം. പൊളി. എനിക്കതൊന്നും വായിക്കാനുള്ള സമയമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. അപ്പൊ എന്തായാലും സഹോദരങ്ങൾ, എന്റെ ഫോണിൽ ചാർജ് തീരാൻ പോവുകയാണ്. ഞാൻ ഫോൺ വെക്കുകയാണ്. നാളെ ഷബാത്തല്ലേ, നാളെ കുറച്ച് ദൈവവചനമായിട്ട് ഞാൻ സംസാരിക്കാം. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞ ഇന്ന് വേറൊരു വിഷയമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വന്നയാ, പക്ഷെ ഇതിന് അവസരം ഇപ്പോഴാണ് കിട്ടിയത്. എനിവേ, സന്തോഷം. ഓക്കെ, ഞാൻ പോയി കഴിക്കട്ടെ, വിശക്കുന്നു.
להתראות.